നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ കഅബയുടെ വാതിൽ പിടിച്ചുകൊണ്ട് ജനങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ കുറേ കാര്യങ്ങളാണ്. അന്ന മിൻ അശ്റാത്തിസ്സാ, ലോകാവസാനത്തിന്റെ അടയാളമാണ്, ഈ ലോകത്തിന്റെ അന്ത്യത്തിന്റെ അടയാളമായി ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഒന്ന് ഇമാതത്തുസ്സലാ, നമസ്കരിക്കാൻ സൗകര്യമുണ്ടായിട്ട് ധാരാളം പള്ളികൾ ഉണ്ടായിട്ട് നമസ്കരിക്കാൻ വരാതെ ജനങ്ങൾ നമസ്കാരത്തെ പാഴാക്കുന്ന ഒരു കാലമുണ്ടാകുമെങ്കിൽ അത് ഖിയാമത്തിന്റെ അടയാളമാണെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒന്നാമത്തെ അടയാളം, ഞാൻ ഈ പറയുന്നത് മുഴുവനും കേൾക്കണം ഇൻഷാ അല്ലാഹ്. പറയുന്നത് മുഴുവനും കേൾക്കുമ്പോൾ ഏതെല്ലാം അടയാളങ്ങളാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളടക്കം അള്ളാന്റെ റസൂൽ പറഞ്ഞത് മുഴുവനും ഇവിടെ യാഥാർത്ഥ്യമാകുന്നു എന്ന് നമുക്കത് മനസ്സിലാകും. ഇന്നത്തെ ഒരുപാട് സംഭവങ്ങളുണ്ടല്ലോ, ഇതെല്ലാം അതിൽ വരും. നമുക്ക് അതിന്റെ സമയത്തിന്റെ ഇതുപോലെ നമുക്ക് ചർച്ച ചെയ്യാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് തൗഫീഖ് നൽകട്ടെ. ഒന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇമാതത്തുസ്സലാ, നമസ്കാരം പാഴാക്കും. നമസ്കാരം പാഴാക്കും എന്ന് പറഞ്ഞാൽ കുറെ ആളുകൾ നമസ്കരിക്കാൻ വരും, പക്ഷെ ആ നമസ്കാരം കൊണ്ട് അതിൻ്റെതായ ഗുണം അവർക്കുണ്ടാവുകയില്ല. നമസ്കാരത്തിന് വരും, പക്ഷെ നിസ്കരിക്കുന്നവർ അവരുടേതായ ആ നമസ്കാരത്തിന്റെ ചൈതന്യത്തിലേക്ക് അവരെത്തുകയില്ല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു കാലഘട്ടം വരുമത്രേ, അന്ന് പള്ളിയുടെ മുന്നിലൂടെ ജനങ്ങൾ നടന്നു പോകും. തമുറു റജുലു ബിൽ മസാജിദി ലാ യുസല്ലി ഫീഹി റകഅതൈൻ, ആ മസ്ജിദിൽ കയറി 2 റകഅത്ത് നമസ്കരിക്കുകയില്ല. മസ്ജിദിൽ ജമാഅത്ത് നമസ്കാരം നടക്കുമ്പോ, പള്ളിയിലെ ഇമാമത്ത് നടക്കുമ്പോ, പള്ളിയുടെ മുറ്റത്ത്, അതിന്റെ പരിസരത്ത്, അതിന്റെ റോഡിന്റെ ഇരുവശങ്ങളിലായി മുസ്ലിം സഹോദരങ്ങൾ സംസാരാദ്യ കാര്യങ്ങളിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും. പക്ഷേ ലാ യുസല്ലി ഫീഹി റകഅതൈൻ, മസ്ജിദിൽ കയറി 2 റകഅത്ത് അവർ നമസ്കരിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന് നമ്മൾ പള്ളിയിൽ നിസ്കാരം നടക്കുമ്പോൾ നമ്മുടെ റോഡിന്റെ സൈഡിൽ നിങ്ങളൊന്ന് നോക്കി, എത്ര പേര് നിസ്കരിക്കാൻ പള്ളിയിൽ ഉണ്ടാവുന്നു. നിസ്കാരം നടക്കുന്നു, പന്ത് കളി നടക്കുന്നു. ഈ പന്ത് കളി കാണുമോ നിസ്കരിക്കുമോ? പന്ത് കളി കാണുമോ നിസ്കരിക്കുമോ? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എബ്രാറി ഇവിടെ വന്നിരിക്കും, എബ്രാറി പിടിച്ചോണ്ടിരുത്ത്, എബ്രാറി ഇവിടെ. പന്ത് കളി കാണുമ്പോൾ ജമാഅത്ത് നിസ്കാരം നടക്കുന്നു. അപ്പൊ പന്ത് കളി കാണുമോ നമ്മൾ നമസ്കരിക്കുമോ? ഇനി നമസ്കരിക്കാൻ വേണ്ടി കുറെ ആളുകൾ പള്ളിയിൽ വരും. എന്തിനാണെന്നറിയോ? കേട്ടോളി, എല്ലാ ഹദീസ് ഓതിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞുതരാം. അല്ലാഹു തആല മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. നല്ലപോലെ കാര്യങ്ങൾ മനസ്സിലാക്കണം. യഅതി ഫീ ആഖിരി സമാൻ നാസും മിൻ ഉമ്മതി യഅതൂനൽ മസാജിദാ, ആഖിർ സമാനിൽ കുറെ ആളുകൾ മസ്ജിദിലേക്ക് നമസ്കരിക്കാൻ വരുമത്രേ. ആഖിർ സമാനിൽ ഈ ഖിയാമത്തിന്റെ അടയാളവുമായി ബന്ധപ്പെടുത്തിയ നബി തങ്ങൾ പറയുകയാണ്, ലോകത്തിന്റെ അന്ത്യത്തിന്റെ അടയാളമാണ്, ആഖിർ സമാനാണ്. കുറെ ആളുകൾ നമസ്കരിക്കാൻ മസ്ജിദിലേക്ക് വരും. യഅതൂനൽ മസാജിദ വഹലഖൻ ഹിലഖ, വട്ടം കൂടി ഹൽഖകളായി അവർ ഇരിക്കുമത്രേ. ദിക്റുഹും അദ്ദുനിയാ, അവരുടെ ചർച്ച ദുനിയാവാണ്. വഹുബ്ബുദ്ദുനിയാ, ദുനിയാവിന്റെ മോഹമാണ്, പ്രേമമാണ്, അധികാരമാണ്. അധികാരത്തിന്റെ കസേരയിലേക്ക് എങ്ങനെ കയറാൻ കഴിയുമെന്നുള്ള ചിന്തയാണ് നമസ്കരിക്കാൻ വരുന്ന ഒരു വിഭാഗം ആളുകൾ ഖിയാമത്ത് നാളിൽ മസ്ജിദിൽ വന്നുകൊണ്ട് ചർച്ച ചെയ്യുന്നതെന്ന് ഹബീബായ തങ്ങൾ പറയുമ്പോ, സാധാരണക്കാരായ മനുഷ്യരെ, ഇഖ്ലാസുള്ളവരെ, അവർ നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വരുമ്പോ ഇതുപോലുള്ള ആളുകൾ ഹൽക്കകളായി അവിടെ ഇരുന്ന് ഭൗതിക സംസാരങ്ങൾ നടത്തുമ്പോൾ ലാ തുജാലിസൂഹും, അവരോടൊപ്പം നിങ്ങൾ ഇരിക്കരുതേ. ഫലൈസ ലില്ലാഹി ബിഹിം ഹാജ, അവർക്ക് പള്ളിയിൽ വരുന്നത് കൊണ്ടോ അവർ നമസ്കരിക്കുന്നത് കൊണ്ടോ അല്ലാഹ്ക്ക് യാതൊരു പുണ്യവുമില്ല. അങ്ങനെ കുറെ ആളുകൾ ഉണ്ടാകും. എവിടെ ഉണ്ടാകും? ഏത് ജമാഅത്തിൽ ഉണ്ടാകും?
ഏത് ജില്ലയിൽ ഉണ്ടാകുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഅബയുടെ വാതിൽക്കൽ നിന്നുകൊണ്ട് നമുക്ക് നടത്തിയ ഉഗ്ര പ്രഭാഷണമാണ്. അത് ലോകത്ത് ഏത് മഹല്ലുകളിൽ നിസ്കാരം കഴിഞ്ഞ് ഫിത്ന, ഗീബത്ത്, നമീമത്ത്, ഫസാദിന് വേണ്ടി വട്ടം കൂടിയിരുന്ന് ചർച്ച ചെയ്യുന്നോ അവരൊക്കെ ഇതിൽപ്പെട്ടവരാണ്. അത് എവിടെയായാലും ശരി, അത് ഈ മഹല്ലിലായാലും ശരി, ഏത് മഹല്ലിലായാലും ശരി. നബി തങ്ങൾ പറഞ്ഞ അതീത നമുക്കതിപ്പം ഉളിയത്തടുക്കാൽ ബദർ ജുമാ മസ്ജിദ് എന്നല്ല എൻ്റെ അർത്ഥം. ഞാൻ ജോലി ചെയ്യുന്ന തിരുവനന്തപുരത്തെ മണക്കാട് പള്ളിയാകാം, അല്ലെങ്കിൽ എൻ്റെ നാട്ടിലുള്ള പത്തനാപുരത്തുള്ള മഹല്ലാകാം, കാസർഗോഡുള്ള എത്രയോ വലിയ മഹല്ലുകളാം, മാലിക് ദിനാർ മസ്ജിദ് ആകാം, എവിടെയും ആകാം. നമസ്കാരം കഴിഞ്ഞ പാടെ പുറത്തേക്ക് ഇറങ്ങി റസൂലുള്ളാഹി പരിഷ്കരിക്കുന്നതുകൊണ്ട് യാതൊരു പുണ്യമില്ല. നല്ലപോലെ മനസ്സിലായിക്കോ. ഇനി ചില ആളുകളുണ്ട് മനസ്സമ്യാനിതാ, മസ്ജിദിൽ നിന്ന് ബാങ്ക് വിളി കേൾക്കുമ്പോ സുമ്മലം യുജിബ്, ആ മസ്ജിദിന്റെ ബാങ്ക് വിളിക്ക് ഉടനടി അവർ മറുപടി നൽകുകയില്ല. അതിന്റെ സമയത്തവർ ആ മസ്ജിദിലേക്ക് വന്ന് നമസ്കരിക്കാതെ സുമ്മ അത്തൽ മസ്ജിദ, അവന്റെ ജോലിയെല്ലാം കഴിഞ്ഞ് അവൻ ഇഷ്ടമുള്ള സമയത്ത് അവൻ മസ്ജിദിലേക്ക് കടന്നു വരുമ്പോ ഫസല്ല, അവൻ പിന്നീട് നമസ്കരിച്ചാൽ ലാ സ്വലാത്ത ലഹു, അവന് നമസ്കാരമേ ഇല്ല. ബാങ്ക് വിളിക്കുമ്പോ അതിന്റെ കൃത്യസമയമുണ്ട്. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, മുസ്ലിമീങ്ങളെ, സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് അല്ലാഹു തആല നമസ്കാരത്തിന് കൃത്യനിഷ്ഠത നൽകിയിട്ടുണ്ട്. ആ സമയത്ത് വന്ന് തന്നെ നമസ്കരിക്കണം. അതിന്റെ അവ്വൽ വഖത്തിൽ തന്നെ നമസ്കരിക്കണേ. ഇമാമും ജമാഅത്തോടെ നമസ്കരിക്കണേ. അങ്ങനെ നമസ്കരിക്കാതെ വെറുതെ റോഡിൽ നിന്ന് സംസാരിച്ചിട്ട് അവന്റെ സംസാരമെല്ലാം കഴിഞ്ഞ് അവൻ പള്ളിയിലേക്ക് വന്നവൻ നമസ്കരിച്ചാൽ ലാ സ്വലാത്ത ലഹു, അവന് നമസ്കാരമേ ഇല്ല. ആ നമസ്കാരം അന്ത്യനാളിന്റെ അടയാളവുമായി ബന്ധപ്പെടുത്തിയാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. ബാങ്ക് വിളിക്കുമ്പോ അതിന് ഇജാബത്ത് നൽകിയിട്ട് നേരെ മസ്ജിദിലേക്ക് വരണേ. അങ്ങനെ മസ്ജിദിൽ വരാതെ പിന്നീട് നിന്റെ സൗകര്യത്തിന് നിസ്കരിച്ചാല് അങ്ങനെയുള്ളവർക്ക് നിസ്കാരം ഇല്ല എന്നുള്ളതാണ് നബി തങ്ങൾ പറഞ്ഞത്. അതിന്റെ ചൈതന്യം ഇല്ലല്ലോ, അതിന്റെ ചൈതന്യം നമുക്ക് നഷ്ടപ്പെട്ടു പോകും. ആ നമസ്കാരത്തിന്റെ ചൈതന്യം എപ്പോഴേലും പോയി നിസ്കരിച്ചാൽ മതി, അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകും. അതുകൊണ്ടാണ് ഹനഫി മദ്ഹബ് അനുസരിച്ച് ഒരു ജമാഅത്ത് നടന്ന മസ്ജിദിൽ രണ്ടാമത് ജമാഅത്ത് നടത്തൽ മക്റൂഹ് തഹരീം പാടില്ല എന്ന്. മക്റൂഹാണ്, നിസ്കരിക്കാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിന് നിസ്കരിക്കാമല്ലോ, ഇഷ്ടത്തിന് നിസ്കരിക്കാമല്ലോ, പയ്യെ എപ്പോഴും നമുക്ക് സംസാരിച്ചുകൊണ്ടിരിക്കാം. ജമാഅത്ത് നടക്കുമ്പോൾ എല്ലാം മാറ്റിവെച്ചിട്ട് നേരെ മസ്ജിദിലേക്ക് വരണം. അവരുടെയാണ് ഒറിജിനൽ നിസ്കാരം. ഇല്ലാതെ പിന്നെ നമ്മുടെ സൗകര്യത്തിന് വന്നാൽ ലാ സ്വലാത്ത ലഹു, അവന് നമസ്കാരമേ ഇല്ല തന്നെ. നിസ്കാരം പാഴാക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പറ്റ അങ്ങോട്ട് നിസ്കാരം ഇല്ല എന്നല്ല എൻ്റെ അർത്ഥം. പറ്റ നിസ്കാരം ഇല്ലാത്തവനെ കുറിച്ച് ഇസ്ലാമിൽ ചർച്ചയില്ല, അവനെ കുറിച്ച് ചർച്ചയേ ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത്തരത്തിലുള്ള ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തരുതേ എന്ന് പ്രത്യേക നബി തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്. അവരെ കുറിച്ചുള്ള ചർച്ചയല്ല, നിസ്കരിക്കുന്ന വ്യക്തികൾ. أرأيت الذي يكذب بالدين فذلك الذي يدعو اليتيم ولا يحض على طعام المسكين فويل للمصلين الذين هم عن صلاتهم ساهون. നമസ്കരിക്കുന്നവരെ അവർക്ക് നരകമാണെന്ന് ഖുർആൻ, നമസ്കാരക്കാർക്ക് നരകമാണെന്ന് പരിശുദ്ധമായ ഖുർആന്റെ ആയത്തിറങ്ങിയപ്പോ ഈ ആയത്തെടുത്തുകൊണ്ട് നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ അരികിലേക്ക് ഇതാ ഓടി വരികയാണ് മഹാനായ ഉമറുൽ ഫാറൂഖ്. അല്ലാഹുവിന്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, അഖ്ബിർനാ അൻ ഹാദിഹിൽ ആയാത്ത് വൈലുൽ ലിൽ മുസല്ലീൻ, നമസ്കാരക്കാർക്ക് നരകമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. നബിയേ, ഇതിന്റെ വിവക്ഷ എന്തേ? ഇതിന്റെ വ്യാഖ്യാനം എന്തേ? എന്തിനാണ് പിന്നെ ഞങ്ങൾ നമസ്കരിക്കുന്നത്? നമസ്കരിച്ചിട്ട് എന്ത് പുണ്യമാണുള്ളത്? നമസ്കാരക്കാർക്ക് നരകമാണെന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട സഹാബാക്കൾക്ക് വല്ലാത്ത വിഷമമായി, പ്രയാസമായി. അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് കടന്നു വരികയാ. സഹാബാക്കൾ കടന്നു വന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ മറുപടി പറയുകയാണ്, ഉമറേ ഐ അഖറുഹാ അൻ ഔഖാതിഹാ,
ഏതൊരു വഖത്ത് നമസ്കാരം അതിന്റെ കൃത്യസമയത്ത് നമസ്കരിക്കാതെ ആവശ്യമില്ലാതെ ആ സമയത്തെ പിന്തിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് നരകമാണ്. അവർ നമസ്കരിച്ചത് കൊണ്ട് യാതൊരു പുണ്യവുമില്ല എന്നതാണ് ഇതിന്റെ അർത്ഥമെന്ന് ഹബീബായ തങ്ങളെ സഹാബാക്കളെ അറിയിക്കുകയാണ്. അവിടെയും അപ്പം ഇമാത്തത്തു സ്വലാ, നിസ്കരിച്ചിട്ട് കാര്യമില്ല, നിസ്കരിക്കുന്നുണ്ട് പക്ഷെ നിസ്കരിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ ഇവിടെ വരും. ഇനി ചില ആളുകൾ മസ്ജിദിന്റെ പരിസരത്ത് വീട് വെച്ച് താമസിക്കും. മസ്ജിദിന്റെ പരിസരത്ത് വീട് വെച്ച് താമസിച്ചിട്ട് മസ്ജിദിൽ ഇമാമും ജമാഅത്ത് നടക്കുമ്പോ ആ മസ്ജിദിൽ ജമാഅത്തിൽ പങ്കെടുക്കാതെ അവരുടെ വീടുകളിൽ തന്നെ അവർ നമസ്കരിക്കുകയാ. അവരെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞത് എന്താണ്? ലാ സ്വലാത്ത ലിജാരിൽ മസ്ജിദ് ഇല്ലാ ഫിൽ മസ്ജിദി. വീടിന്റെ പള്ളിയുടെ പരിസരത്തുള്ള വീട്ടുകാരുടെ നിസ്കാരം മസ്ജിദിലല്ലാതെ ശരിയാവൂല. ഇത് കേട്ടപ്പോ ബഹുമാനപ്പെട്ട ഉമ്മി മക്തൂം, കണ്ണിന് കാഴ്ച കുറഞ്ഞു പോയ ഉമ്മി മക്തൂം, ഒറ്റയ്ക്ക് പള്ളിയിലേക്ക് വരാൻ പറ്റാത്ത ഉമ്മി മക്തൂം റളിയല്ലാഹു തആല അൻഹു നബി തങ്ങളുടെ ഹദറത്തിലേക്ക് കടന്നു വരികയാണ്. യാ റസൂലല്ലാഹ്, ലൈസ ലീ ഖായിദുൻ യഖൂദുനി ഇലൽ മസ്ജിദ്, എന്നെ മസ്ജിദിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ഒരാളുമില്ല നബിയേ. ഫഹല്ലീ റുഖ്സത്തുൻ അൻ നുസല്ലിയ ഫീ ബൈതി, എനിക്ക് എൻ്റെ വീട്ടിൽ നമസ്കരിക്കാൻ അവസരമുണ്ടോ നബിയേ, അനുവാദമുണ്ടോ നബിയേ? അല്ലാഹുവിന്റെ റസൂലിനോട് മഹാനായ ഉമ്മ മക്തൂം റളിയല്ലാഹു തആല അൻഹു ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാ, ഹൽ സമിഅതൽ അദാൻ, ഉമ്മ മക്തൂമേ ബാങ്ക് വിളി കേൾക്കുമോ? ബാങ്ക് നിനക്ക് കേൾക്കാൻ കഴിയുമോ? കണ്ണിനല്ലേ നിനക്ക് കുഴപ്പമുള്ളത്, കാതിന് നിനക്ക് കുഴപ്പമില്ലല്ലോ. ഉടനെ അല്ലാഹുവിന്റെ റസൂലിനോട് ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ്, എനിക്ക് ബാങ്ക് വിളി കേൾക്കാൻ കഴിയും പ്രവാചകരെ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഹയ്യ ഹലാ, എങ്കിൽ മസ്ജിദിൽ വന്ന് പള്ളിയിൽ വന്ന് നമസ്കരിക്കണേ ഉമ്മി മക്തൂമേ. കണ്ണിന് കാഴ്ചയില്ല, കൂട്ടിക്കൊണ്ടുവരാൻ ബൈസ്റ്റാൻഡ് ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മസ്ജിദിൽ വന്ന് നിസ്കരിക്കണം. മസ്ജിദിൽ ഇമാമിനെയും ഈ കോടിക്കണക്കിന് രൂപ ചെലവാക്കി മസ്ജിദ് ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ നമ്മുടെ സൗകര്യത്തിലൂടെ നിസ്കരിച്ചാൽ മതിയാവും. ഇനി മസ്ജിദ് ഉണ്ടാക്കും, ഒരു കാലഘട്ടം വരും. മസ്ജിദ് നബി തങ്ങൾ പറഞ്ഞതാണ്, മസ്ജിദ് ഉണ്ടാക്കും. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ തങ്ങൾ പറഞ്ഞതാണ്, ലാ തഖൂമുസ്സാഅ ഹത്താ യതബാഹന്നാസു ബിൽ മസാജിദി, മസ്ജിദുകൾ കൊണ്ട് പ്രൗഢി നടിക്കുന്ന ഒരു കാലഘട്ടം വരാതെ ലോകം അസ്തമിക്കുകയേ ഇല്ല തന്നെ. കോടാനുകോടികൾ കൊണ്ട് പള്ളികൾ ഉണ്ടാക്കും, വലിയ വലിയ കുബ്ബകൾ ഉണ്ടാക്കും, വലിയ വലിയ മിനാരങ്ങൾ ഉണ്ടാക്കും. പക്ഷേ നമസ്കരിക്കാൻ ആ പള്ളിയുടെ ഉള്ളിൽ ആരുമില്ല. ആ മസ്ജിദ് കൊണ്ട് മഹല്ല് നിവാസികൾ പ്രൗഢി നടിക്കുകയാ. 50 കോടിയുടെ മസ്ജിദാണ്, 60 കോടിയുടെ മസ്ജിദാണ്, 40 കോടിയുടെ മസ്ജിദാണ്. ഈ നാട്ടിലെങ്ങുമില്ലാത്ത മാർബിളാണ്, ഗ്രാനൈറ്റ് ആണ്, ബ്രൂണയിൽ നിന്ന് കൊണ്ടുവന്നതാണ്, ബ്രസീലിൽ നിന്ന് കൊണ്ടുവന്നതാണ്, അങ്ങ് ലോകത്തുള്ള ഏറ്റവും വില കൂടിയ മാർബിളാണ് ഞങ്ങളുടെ മസ്ജിദിലുള്ളത് എന്ന് മസ്ജിദ് കൊണ്ട് പ്രൗഢി നടിക്കുന്ന ഒരു കാലം വരാതെ ലാ തഖൂമുസ്സാഅ, ലോകം അസ്തമിക്കുകയേ ഇല്ല. നബീന റസൂലുള്ളാഹി അതും പറഞ്ഞു. പ്രൗഢി നടിക്കുന്നില്ല ആൾക്കാർ ഓരോ പള്ളി കൊണ്ട്. ഇതൊന്നും എൻ്റെ വാക്കല്ല, ഉസ്താദന്മാർ ആലിമ്യങ്ങളിൽ പോട്ട് ഇതൊക്കെ ഹദീസുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, മാ ഉമിർതു ബിതശ്യീദിൽ മസാജിദ്, അടിച്ചുപൊളി പള്ളി ഉണ്ടാക്കാൻ എന്നോട് എൻ്റെ റബ്ബ് പഠിപ്പിച്ചിട്ടില്ല. നിസ്കരിക്കാൻ ആളുണ്ട്, സൗകര്യത്തിന് നല്ലൊരു മസ്ജിദ് വേണം, നല്ല പള്ളി വേണം. പക്ഷേ അവരുടെ പണത്തിൻ്റെ ഇതനുസരിച്ചിട്ട് അങ്ങോട്ട് ഉണ്ടാക്കല് തന്നെ അടിപൊളിയായിട്ട് ഉണ്ടാക്കുകയാണ്. പക്ഷെ നിസ്കരിക്കാനോ മാഫീ നഫർ, നിസ്കരിക്കാൻ ആരുമില്ല, മലക്കുകൾ മാത്രം. അടിപൊളി പള്ളിയാണ്, നിസ്കരിക്കാൻ ആളില്ല. അതാണല്ലേ പ്രശ്നം. നീ നിസ്കരിക്കാൻ ആളുകൾ വന്നാലോ ഫിത്നയും ഫസാദും. പിന്നെ നമ്മുടെ നിസ്കാര നബീന റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്,
ഒരു കാലഘട്ടം വരുമത്രേ. വതുക്സറു സുഫൂഫ് വതുതവ്വലുൽ മനാബിർ വതുക്സറു സുഫൂഫ്. ഘോര പ്രഭാഷണം നടക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടാകുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. വതുതവ്വലുൽ മനാബിർ, മിമ്പറുകളൊക്കെ നീളം കൂടുന്നു, പ്രഭാഷണത്തിന്റെ വേദികൾ അധികരിക്കും. ഞങ്ങളെ കുറിച്ച് പറഞ്ഞതായിരിക്കാം, ഞങ്ങളെ പ്രഭാഷണ തൊഴിലാളികൾ ഞങ്ങളെ കുറിച്ച് പറഞ്ഞതായിരിക്കാം. ഇദാ കസുറ ഖുതബാഉ മനാബിരിക്കും വറകന ഉലമാഉക്കും ഇലാ ഉലാതിക്കും ഫഅഹല്ലു ലഹും അൽ ഹറാമ വഹറമു അലൈഹിം അൽ ഹലാല ഫഅഫ്തൗഹും ബിമാ യസ്തഹൂൻ ഇന്ന മിൻ ഇഖ്തിറാബിസ് സാഅ. അല്ലാഹു അക്ബർ. മനസ്സിലായോ? സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാണ് ഖിയാമത്ത് നാളിന്റെ അടയാളം, ഖിയാമത്ത് നാളിന്റെ അടയാളം പ്രവാചകന്റെ പുലരുന്ന പ്രവചനം. ഇദാ കസുറ ഖുതബാഉ മനാബിരിക്കും, നിങ്ങളുടെ നാട്ടിൽ ഘോര പ്രഭാഷണങ്ങൾ അരങ്ങേറ്റം നടത്തുന്ന കാലം വന്നാൽ, ഭയങ്കര പ്രസംഗം, ഉളിയത്തെടുക്ക, ബദിയെടുക്ക, അടുക്കത്തെടുക്ക, പറയടുക്ക, എല്ലാ അടുക്കകളും പടക്ക് പ്രസംഗങ്ങളോടെ പ്രഭാഷണം. ഇന്നൊന്ന് നെറ്റിൽ നിങ്ങൾ നടിച്ചു നോക്ക്, ഓരോ ഉസ്താദന്മാര് അടിപൊളി പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആരുടെ വേണമെങ്കിലും കേൾക്കാം, എവിടെ വേണേലും കേൾക്കാം. സംഭവം ശരിയല്ലേ? ഇപ്പൊ ഞാൻ പ്രസംഗിക്കുന്നു അല്ലെങ്കിൽ ഞങ്ങൾ പ്രഭാഷണം നടത്തുന്നു പറഞ്ഞിട്ട് ഹദീസ് മറച്ചു വെക്കാനോ ഒളിച്ചു വെക്കാനൊന്നും പറ്റൂലല്ലോ. ഇദാ കസുറ ഖുതബാഉ മനാബിരിക്കും, ഘോര പ്രഭാഷണം നടത്തുന്ന വേദികൾ അധികരിച്ചാൽ, വറകന ഉലമാഉക്കും ഇലാ ഉലാതിക്കും, നിങ്ങളുടെ പണ്ഡിതന്മാര് സമ്പന്നന്മാരുടെയും അധികാരികളുടെയും അടിത്തട്ടിലേക്ക് പോയി വീണാൽ, അവരെ സോപ്പിട്ട് ചമച്ചടിക്കാൻ അവരുടെ പിന്നാലെ പോയാൽ, ഫഅഫ്തൗഹും ബിമാ യസ്തഹൂൻ, അവർ ആഗ്രഹിക്കുന്നത് പോലെ ഫത്വകൾ അനുകൂലമായി അവർക്ക് നൽകിയാൽ, ബാങ്കിൽ നിന്നൊക്കെ പലിശ എടുക്കുമ്പോൾ ഇൻട്രസ്റ്റ്, അത് ഹലാൽ, അത് പൈസ നമ്മുടെ കച്ചവടത്തിന്റെ ബെനിഫിറ്റ് അല്ലേ, അത് അല്ലേ കുഴപ്പമില്ല. അതിന്റെ പലിശ എന്ന് പറയുന്നുണ്ട്, കുഴപ്പമില്ല ജൈസ്. വണ്ടി CC നമുക്ക് കണക്ക് കാണിക്കേണ്ടി വരില്ല, അതുകൊണ്ട് കുഴപ്പമില്ല, ഓക്കെ എടുക്കാം. അങ്ങനെയുള്ള ചില ആളുകൾ വേണ്ട. പടച്ചവൻ കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പറഞ്ഞിട്ട് ആർക്കും ഇഷ്ടപ്പെടുന്നില്ല, നാമീം പറയുന്ന ശക്തി കുറവ്. എൻ്റെ വാക്കല്ല, പള്ളിയുടെ തിരുമുറ്റത്തിരുന്ന് ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്ക് പറയാം. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കാണ് ഈ പറയുന്നത്. അല്ല എന്നോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല, നിങ്ങൾ ദേഷ്യപ്പെട്ട ആരോടായിരിക്കും ദേഷ്യപ്പെടേണ്ടത്? നഊദു ബില്ലാഹ്. അള്ളാന്റെ റസൂലിനോട് ദേഷ്യപ്പെട്ട പോയി മൊത്തം പടച്ചോൻ കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഫഅഫ്തൗഹും ബിമാ യസ്തഹൂൻ. അതുകൊണ്ട് നമ്മൾ ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു ആരെങ്കിലും എന്തെങ്കിലും മസല ചോദിച്ചിട്ട് വന്നാൽ എനിക്കറിയില്ല എന്ന് പറയും. നിങ്ങൾക്ക് പിന്നെ അറിയില്ല, നിങ്ങൾ പിന്നെ വലിയ ഫഖീഹാട്ടിക്കുന്നു. നിസ്ഫുൽ ഇൽം ലാ അദ്രി, എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ അത് പകുതി ഇൽമാണ്, അവൻ്റെ ഇൽമിന്റെ പകുതി എന്ന് എനിക്കറിയില്ല. അല്ല, ഇല്ലാത്തത് ഉണ്ടാക്കി പറയാൻ നിൽക്കണ്ട. അതുകൊണ്ട് ഒരാൾക്ക് അനുകൂലമായ ഫത്വ നമ്മൾ കൊടുക്കണ്ട, അനുകൂലമായത് കൊടുക്കണ്ട. ഹലാലിനെ ഹറാമാക്കുന്ന ഒരു കാലം വരുമത്രേ, ഹറാമിനെ ഹലാലാക്കുന്ന കാലം വരുമത്രേ, ഹലാലിനെ ഹറാമാക്കുന്ന കാലം വരുമത്രേ. ഹറാം ഹലാലാകും, ഹലാല് ഹറാമാകും. അങ്ങനെ ഒരു കാലഘട്ടം നിങ്ങൾ കണ്ടാൽ ഇന്ന മിൻ ഇഖ്തിറാബിസ് സാഅ, അത് ഖിയാമത്തിന്റെ അടയാളമാണ് കേട്ടോ. ഹബീബായ തങ്ങൾ പറഞ്ഞത് തെറ്റുകിട്ടില്ല മക്കളെ, തെറ്റുകിട്ടില്ല കേട്ടോ. ഒരു ഹദീസിൽ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ വഫീ റിവായത്തിൻ ആഖിറ, മറ്റൊരു ഹദീസിൽ കേൾക്കാം, സഹാബാക്കളോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാ, കൈഫ ബികും ഇദാ റഅയ്തുമുൽ മുൻകറ മഅറൂഫാ വൽ മഅറൂഫ മുൻകറാ.
ബഹുമാനപ്പെട്ട സഹാബാക്കളോട് നബി തങ്ങൾ ചോദിക്കുകയാണ്, ഇദാ റഅയ്തുമുൽ മുൻകറ മഅറൂഫാ, വെറുക്കപ്പെട്ട കാര്യങ്ങൾ, ഇസ്ലാമിൽ അനുവദിക്കപ്പെടാത്ത കാര്യങ്ങൾ അനുവദനിക്കപ്പെടുന്നതായിട്ട്, അനുവദനീയമായിട്ട് അംഗീകരിക്കുന്ന ഒരു കാലഘട്ടം വന്നാൽ, ഇസ്ലാം നിരോധിച്ച കാര്യങ്ങളെ ജനങ്ങൾ നെഞ്ചിലേറ്റുന്ന ഒരു കാലം വന്നാൽ, ഇസ്ലാം നിഷിദ്ധമാക്കിയവകളെ ഹലാലാക്കുന്ന അനുവദിക്കുന്ന കാലം വരികയും, ഇസ്ലാം ഹലാലാക്കിയ അനുവദിച്ച കാര്യങ്ങളെ ജനങ്ങളെ തിരസ്കരിക്കുന്ന നിഷേധിക്കുന്ന കാലവും വന്നാൽ, സഹാബ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നബി തങ്ങൾ ചോദിച്ചപ്പോ ഖാലു, സഹാബാക്കൾ ചോദിക്കുകയാണ്, ഇന്ന ഹാദാ ലകായിനു യാ റസൂലല്ലാഹ്, അങ്ങനെയൊക്കെ സംഭവിക്കുവോ നബിയേ, അങ്ങനെയൊക്കെ സംഭവിക്കുവോ നബിയേ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ മറുപടി പറഞ്ഞു, നഅം വ അശദ്ദ മിൻഹു, ഇതിനേക്കാൾ കഠോരമായ കടുപ്പമായത് സംഭവിക്കും സഹാബ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്താ പറഞ്ഞത്? മുൻകറിനെ മഅറൂഫായി കാണും ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് ഹറാമാണ്, ഇത് ചെയ്യരുത്, ഇത് ഇസ്ലാമിന് നിരക്കാത്തതാണ് എന്ന് ജനങ്ങളോട് പറഞ്ഞു നോക്കിയാൽ ഉലമാക്കളെ അവരെ തള്ളിക്കളഞ്ഞിട്ട് അതിനെ അംഗീകരിക്കും അവർ. ഇപ്പൊ പന്തുകളി കാണണ്ട, അല്ലെങ്കിൽ നമ്മൾ നിസ്കാരം കളഞ്ഞിട്ട് നിങ്ങൾ എൻ്റെ പിന്നാലെ പോവല്ലേ, നിങ്ങൾ ഇത്രയും ഫ്ലക്സ് അടിച്ചിട്ട് പൈസകൾ കളയില്ലെന്ന് പറഞ്ഞാൽ ഉലമാക്കൾ സമസ്തയുടെ പണ്ഡിതന്മാർ പറഞ്ഞ ആരെങ്കിലും സ്വീകരിച്ച ഉടനെ കമന്റ് ഉലമാക്കെതിരെയാണ്. അതങ്ങനെയാണ്, കാലഘട്ടം അങ്ങനെയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായത്. ഇത് പുലരുന്ന പ്രവചനങ്ങളാണ്, ഹബീബായ തങ്ങളാണ് ഇത് പറഞ്ഞത്. ഇദാ റഅയ്തുമുൽ മുൻകറ മഅറൂഫാ വൽ മഅറൂഫ മുൻകറാ, നന്മ തിന്മയായി മാറുകയും തിന്മ നന്മയായി മാറുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം നിങ്ങൾ കണ്ടാൽ എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണമെന്ന് സ്വഹാബത്തിനോട് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സ്വഹാബത്ത് പറയുകയാണ്, ഇന്ന ഹാദാ ലകായിനു യാ റസൂലല്ലാഹ്, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന കാലം വരുവോ പ്രവാചകരെ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അങ്ങനെയല്ല, അതിനേക്കാൾ കടുപ്പമുള്ളതാണ് സംഭവിക്കാൻ പോകുന്നത്. വീണ്ടും അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഇദാ തഗാ നിസാഉകും വഫസഖ ഫിത്യാതുകും കൈഫ ബികും, ഹബീബായ തങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും, പ്രതികരണം എന്തായിരിക്കും സഹാബ? എപ്പോഴാണ് ഇദാ തഗാ നിസാഉകും, നിങ്ങളുടെ സ്ത്രീകൾ, നിങ്ങളുടെ തരുണികൾ, നിങ്ങളുടെ ഭാര്യമാർ, നിങ്ങളുടെ പെൺമക്കൾ, നിങ്ങളുടെ സഹോദരിമാർ അവർ നടുറോഡിൽ അഴിഞ്ഞാടുന്ന ഒരു കാലഘട്ടം വന്നാൽ, അവർ പരസ്യമായി, അവർ കൈകൊട്ടി പരസ്യമായി, അവർ ഓണത്തിന് പരസ്യമായി, ഉത്സവങ്ങൾക്ക് പരസ്യമായി അവർ അണിഞ്ഞൊരുങ്ങിയിട്ട് ചിലങ്കകൾ അണിഞ്ഞുകൊണ്ട് അവർ നൃത്തം ചവിട്ടുന്ന ഒരു കാലഘട്ടം നിങ്ങളുടെ മുന്നിലേക്ക് വന്നാൽ, വഫസഖ ഫിത്യാതുകും, നിങ്ങളുടെ ചെറുപ്പക്കാരായ യുവാക്കൾ അഴിഞ്ഞാടുകയും അഹങ്കരിക്കുകയും മദ്യത്തിന്റെയും മദിരാശികളുടെയും ലഹരിയിൽ മുങ്ങിത്താഴുന്ന ഒരു കാലഘട്ടം വന്നാൽ, കൈഫ ബികും സഹാബത്തെ, നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചപ്പോ അത്ഭുതത്തോടെ ഫവസബ സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു അൻഹു അത്ഭുതത്തോടെ സ്വഹാബത്തിന് നബി തങ്ങളോട് ചോദിക്കുകയാണ്, ഇന്നഹാ ലകായിനു യാ റസൂലല്ലാഹ് അവയകൂനു ദാലിക യാ റസൂലല്ലാഹ്, അങ്ങനെയൊക്കെ സംഭവിക്കുവോ നബിയേ, അങ്ങനെയൊക്കെ സംഭവിക്കുവോ നബിയേ? ആദരവായ റസൂലുള്ളാഹി തങ്ങളുടെ കാലഘട്ടത്തെ കുറിച്ചല്ല പറഞ്ഞത്. നമ്മളൊക്കെ ആ കാലത്തിലേക്ക് നോക്കിയിട്ട് ഡാർക്ക് ഏജ്, ഇരുണ്ട യുഗം എന്നൊക്കെയല്ലേ ഞാനടക്കം പ്രഭാഷണം നടത്തുന്നത്. പക്ഷേ ഇരുണ്ട യുഗം ഈ വർത്തമാന കാലഘട്ടത്തിൽ 21-ാം നൂറ്റാണ്ടല്ല സഹോദരാ. ആണും പെണ്ണും പരസ്യമായിട്ട് നടുറോഡിൽ അഴിഞ്ഞാടുന്നതിനെതിരെ ഉലമാക്കൾ മിമ്പറിൽ നിന്ന് മെഹ്റാബിൽ നിന്ന് ഗർജിച്ചാൽ ആ ഉലമാക്കളെ നാണം കെടുത്തുന്ന കാലഘട്ടമല്ലേ? അങ്ങനെ ഒരു കാലം വന്നാൽ സഹാബത്തെ, നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നബിയുന ഹബീബുന റസൂലുള്ളാഹി പക്ഷെ അങ്ങനത്തെ കാലം അല്ലേ ഇത്? ഞാനിപ്പോ ഓരോന്നോരോന്ന് ചോദിക്കുമ്പം അങ്ങനത്തെ കാലഘട്ടം അല്ലേ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ന് മറുപടി പറയണം. ആണെങ്കിൽ ആണ് എന്ന് പറയണം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പെണ്ണുങ്ങൾ ഇപ്പൊ ഡാൻസ് നൃത്തം ചവിട്ടിയില്ലേ, തലയിൽ തട്ടമൊക്കെ ഇട്ടു ഇല്ലേ നമ്മള് പല പള്ളി തിരുപ്പള്ളി നല്ല തലയിൽ തട്ടവിട്ട് നല്ല മക്കനായിട്ട് ഒതുവും കൂടെ എടുത്ത് കാണും.
ഒതുവും കൂടെ എടുത്ത് കാണും അതപോട് കൂടിയാണ് മക്കനെ ഇട്ടിട്ട് പാട്ട് പാടി ഭയങ്കര തുള്ളിച്ചാട്ട് ഫേസ്ബുക്കിൽ വരട്ടെ വാട്സപ്പിൽ വരട്ടെ. അതിന്റെ പിന്നാലെ ആടാൻ വേണ്ടി കുറെ ചെറുപ്പക്കാർ കല്യാണ സദസ്സുകളിൽ ആണും പെണ്ണും ഒരുമിച്ച് നെഞ്ചെല്ലാം കടന്ന് എന്താ ആട്ടം, ദുബറെല്ലാം കടന്ന് എന്താ ആട്ടം, മൊത്തത്തിൽ ആട്ടത്തോടെ ആട്ടാണ്. ആർക്കെങ്കിലും സംസാരിക്കാൻ ചോദിക്കാണ്ടോ? ആ ദുബറിന്റെ മാത്രം ഫോട്ടോ ഹൈലൈറ്റ് ചെയ്തിട്ട് വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇട്ട് കൊടുക്കും. അത് മാത്രം കിടന്നാടും ഇങ്ങനെ. നല്ലതാണ് വിധങ്ങൾ പറഞ്ഞ ഇതാ ഇല്ലേ ഉസ്താദ്? തങ്ങളെ ഇല്ല, ഇങ്ങനെ ഇല്ലേ? വാട്സപ്പിൽ കണ്ടിട്ടില്ലേ? ഞാൻ കണ്ടതുകൊണ്ടാണ് ഞാനീ പറയുന്നത്. എനിക്കിത് കാണുമ്പോഴല്ലേ ഇത് പറയാൻ പറ്റുള്ളൂ. നിങ്ങളുടെ നിസാക്കൾ ഇങ്ങനെ അർമാദിക്കാണ്, അഹങ്കരിക്കുന്ന ഒരു കാലം വരുമെന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞതാണ്. അത് വന്നില്ലേ? ആണും പെണ്ണും ഒന്ന് ഒരുമിച്ച് ചേർന്നിരിക്കുകയും മടിയിലിരിക്കുകയും മടിയിൽ കിടത്തുകയും കെട്ടിപ്പിടിക്കുകയും ചുംബിക്കുകയും പരസ്പരം റോഡിന്റെ സൈഡിൽ വെച്ച് വ്യഭിചരിക്കുകയും ചെയ്യുന്ന ഒരു കാലം വരുമെന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞെങ്കിൽ 21-ാം നൂറ്റാണ്ടിലെ ഈ വർത്തമാന കാലഘട്ടമല്ലേ അത്? ലാ തഖൂമുസ്സാ ഹത്താ യതഫാസദന്നാ ഹത്താ യതസാഫദന്നാസു തസാഫുദൽ ബഹായിമി ഫിത്തരീഖ്. ലോകമസ്തമിക്കുകയേ ഇല്ല. ഈ സമുദായം മൃഗങ്ങളെ പോലെ നടുറോഡിൽ അഴിഞ്ഞാടുന്ന ഒരു കാലഘട്ടം വരാതെ ലാ തഖൂമുസ്സാ, ലോകം അസ്തമിക്കുകയേ ഇല്ല. അതുകൊണ്ടോ മൃഗങ്ങളെ പോലെ എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾക്ക് ഇപ്പൊ എന്താ? അവർക്കിപ്പോ ഔറത്തിന്റെ കാര്യം അവർക്ക് ശ്രദ്ധിക്കേണ്ടതില്ല. എനിക്ക് മുണ്ടുണ്ടോ നിക്കറുണ്ടോ വർമൂടുണ്ടോ എന്നൊന്നും അത് നോക്കേണ്ട കാര്യമില്ല. ഇത് ആണാണോ പെണ്ണാണോ, അല്ലെങ്കിൽ പള്ളിയാണോ മദ്രസയാണോ, ഇത് ജംഗ്ഷനാണോ, ജനങ്ങളുണ്ടോ, ജനവാസ കേന്ദ്രമാണോ, ഇതൊന്നും മൃഗങ്ങൾക്ക് നോക്കേണ്ട ആവശ്യമില്ല. മൃഗങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങൾ വന്നാൽ അത് എവിടാന്ന് വെച്ചാൽ അങ്ങോട്ട് ചാടിക്കയറില്ല തന്നെ. ഇത് മൃഗങ്ങളുടെ സ്വഭാവമാണെങ്കിൽ ഇതേപോലെ എൻ്റെ സമുദായം അധപ്പതിക്കുന്ന ഒരു കാലം വരും. ആ കാലം വരാതെ ലോകം അസ്തമിക്കൂല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതുപോലത്തെ കാലമല്ലേ? ഒന്നുകൂടെ അടുത്ത ആദ്യം പറഞ്ഞുതരാം. ഹത്താ ഇന്നർ റജുല ലിയുഗശ്ശിയൽ മർഅത അലാ ഖാരിഅത്തി ത്വരീഖ് ഐ യസ്നി ബിഹാ ഫീ ഖാരിഅത്തി ത്വരീഖ്. വഴിയോരങ്ങളിൽ ഒരു ചെറുപ്പക്കാരൻ ഒരു ചെറുപ്പക്കാരിയെ ചേർത്ത് പിടിച്ച് ചുംബിക്കുന്ന, ആലിംഗനം ചെയ്യുന്ന, വ്യഭിചരിക്കുന്ന ഒരു കാലം വരാതെ ലോകം അസ്തമിക്കുകയില്ല സ്വഹാബാ. ഇത് കേട്ടപ്പോ സ്വഹാബാക്കൾക്ക് അത്ഭുതമായി. അവയകൂനു ദാലിക യാ റസൂലല്ലാഹ്, അങ്ങനെയൊക്കെ സംഭവിക്കുമോ നബിയേ? ശരിയാണോ ഇല്ലയോ എന്നുള്ളത് ഈ ബദരിയ മസ്ജിദിൽ നിങ്ങൾ വന്നിരിക്കുന്ന ഉളയത്തർക്കക്കാർ നിങ്ങൾ തീരുമാനിക്കണം. സദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാന്റെ റസൂൽ പറഞ്ഞതാണിത്. ഇത് പറയുമ്പോൾ ഇത് ശരിയോ തെറ്റോ, അല്ലെങ്കിൽ ഇങ്ങനെ ഇല്ല ഉസ്താദെ, ഈ 21-ാം നൂറ്റാണ്ടിലെ ഈ വർത്തമാന കാലഘട്ടത്തിലുള്ള സംഭവമാണ് ഇത് ഞാൻ ഈ പറയുന്നത്. ഇത് സംഭവം ശരിയല്ലേ? 4-ാം മൈലോട്ട് വാ, വിദ്യാനഗറിലോട്ട് വാ, കാണിച്ചാൽ 4 മണി സമയത്ത് വാ, റെയിൽവേ സ്റ്റേഷനിലോട്ട് വാ, ബസ് സ്റ്റാൻഡിലേക്ക് വാ. ആണാണ് പെണ്ണാണ് കാണിച്ചു തരാന്നല്ലേ എൻ്റെ അർത്ഥം. റോഡ് സൈഡില്, റോഡിന്റെ സൈഡില് പരസ്യമായിട്ട് കെട്ടിപ്പിടിക്കാണ്, പരസ്യമായിട്ട് ചുംബിക്കാണ്. ആർക്കെങ്കിലും എതിർക്കാൻ പറ്റുമോ? വലാ യുഗയ്യിറുഹു അഹദുൻ വലാ യുൻകിറു ദാലിക അഹദുൻ, ഒരാൾക്കും അതിനെ എതിർക്കാൻ സാധ്യമല്ല. അതും നബി തങ്ങൾ പറഞ്ഞു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഒരാൾക്ക് ശരിയല്ലേ, നമ്മളെ കാണുമ്പോൾ എതിർക്കാൻ പറ്റുമോ? നമ്മൾ എതിർത്താൽ ഉസ്താദ് എങ്ങാനും പോയി എതിർത്താൽ പറയും ഉസ്താദ് എന്നെ പിടിക്കാൻ വന്നു എന്ന് പറയും, തീർന്നു. നമുക്ക് IPC 212 നമ്മളകത്ത് കിടക്കേണ്ടി വരും. പിടിച്ചവൻ വെളിയിലും നമ്മളകത്ത്. അതുകൊണ്ട് നമ്മൾ മിണ്ടൂല. യാ അല്ലാഹ്, നമുക്ക് മുന്നിൽ ഇതുപോലുള്ള സ്ഥലങ്ങൾ കിട്ടുമ്പോൾ അത് നമ്മൾ പറയാ. നമ്മുടെ ഹക്ക്, ആലിമീങ്ങളുടെ ബാധ്യത എന്ന നിലയിൽ നമ്മൾ ഇത് പറഞ്ഞു കൊടുക്കുന്നു.
അവര് സ്വീകരിക്കുന്നു, തിരസ്കരിക്കുന്നു. അത് അല്ലാഹു അലം. നമ്മുടെ ബാധ്യതയാണിത്. ഇത് ശരിയല്ലേ? നബിതങ്ങൾ പറഞ്ഞതാണ്, പ്രവാചകന്റെ പുലരുന്ന പ്രവചനങ്ങൾ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. പരസ്യമായിട്ട് അങ്ങനെ സംഭവിക്കുമെന്ന്. ഹത്താ തൂജദൽ മർഅത ജഹാറൻ നഹാറൻ തുൻകഹു വസ്ത ത്വരീഖ്. രാത്രിയല്ല കേട്ടോ, പാതിരാത്രിയല്ല കേട്ടോ, പകലിന്റെ വെളിച്ചത്തിലാണ് പരസ്യമായി നടുറോഡിലേക്കൊരു പെണ്ണിനെ കൊണ്ടുവന്ന് അവളോട് കെട്ടിപ്പിടിച്ച് ചുംബനം നടത്തുന്ന ഒരു കാലം ഈ സമുദായം കാണാതെ ലാ തഖൂമുസ്സാ, ഈ ലോകം അസ്തമിക്കുകയില്ല സ്വഹാബാ, ലോകം അസ്തമിക്കുകയില്ല സ്വഹാബാ. അന്ന് ഘോരഘോര പ്രഭാഷണങ്ങൾ നടക്കും. തുതവ്വലുൽ മനാബിറു, പ്രസംഗം ഭയങ്കരമായിട്ട് നടക്കും. വല്ല കുറവുണ്ടോ? വതുക്സറു സുഫൂഫ്, പള്ളികളിൽ ഭയങ്കരമായിട്ട് ആള് കൂടും നിസ്കരിക്കാൻ. വഖുലൂബുഹും മുതബാഗിള, ആ നമസ്കരിക്കാൻ വരുന്നവരുടെ കൽബുകൾ ക്രോധവും കോപവും കൊണ്ട് ജ്വലിക്കുമത്രേ. വൽ അൽസിനു മുഖ്തലിഫ, പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ അവരുടെ നാവുകളെല്ലാം വിഭിന്ന ഭാഷകളായിരിക്കും. വനവാലുഹും അൽഇഫാ, ആ നമസ്കരിക്കാൻ വന്നവരുടെ ലക്ഷ്യം അധികാരമാണ് കേട്ടോ, ഈ മസ്ജിദിന്റെ അധികാരമാണ് കേട്ടോ. അല്ലാഹ്ക്ക് വേണ്ടി നമസ്കരിക്കാൻ മസ്ജിദിൽ കൂടിയവരല്ല നബിയേ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഉടനെ അല്ലാഹുവിന്റെ റസൂൽ മറുപടി പറയുകയാണ്, നഅം യാ സൽമാൻ, അങ്ങനെയൊക്കെ സംഭവിക്കും സൽമാൻ. ഇൻദ ദാലിക, ആ കാലഘട്ടത്തിൽ, ആ സാഹചര്യത്തിൽ ഓർക്കണേ, യലീ, എന്റെ സമുദായത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് ഖൗമുൻ, ഒരു വിഭാഗമാണ്. ജുസസുഹും ജുസസുന്നാസ്, അവരുടെ ശരീരം മനുഷ്യന്റെ ശരീരം പോലെയാ. വഖുലൂബുഹും ഖുലൂബുശ് ശയാത്തീൻ, അവരുടെ കൽബുകൾ പിശാചിന്റെ കൽബുകളാണ്. ഇൻ തകല്ലമു, അവർക്കെതിരെ നിങ്ങൾ സംസാരിച്ചാൽ ഖതലൂഹും, തട്ടിക്കളയും കേട്ടോ. വ ഇൻ സകതൂ, ഇനി മിണ്ടാതെ നിങ്ങൾ കഴിഞ്ഞാലോ ഇസ്തബാഹൂഹും, ആ നിയമങ്ങൾ അതിന്റെ പിന്നാലെ അവരത് പാസാക്കും. മിണ്ടാൻ പറ്റുമോ അധികാരികൾക്കെതിരെ? ആരെങ്കിലും മിണ്ടുന്നുണ്ടോ? എന്ത് വന്നാലും മിണ്ടാൻ പറ്റുമോ? മിണ്ടാൻ പറ്റൂല. മിണ്ടിയ ഈടി വരും. അതുകൊണ്ട് ആരും മിണ്ടൂല. എനിക്ക് എന്റെ കാര്യമാണ്, എനിക്ക് എന്റെ ജീവിതമാണ്, എനിക്ക് എന്റെ കുടുംബമാണ് വലുത്, മിണ്ടാൻ പറ്റൂല. ഇൻ തകല്ലമു ഖതലൂഹും, അതിന്റെ അർത്ഥം തന്നെയാണ്, അവനെ പിന്നെ അങ്ങോട്ടൊന്നും ഇല്ലാതാക്കി കളയും. ഇനി മിണ്ടാണ്ടിരുന്നാലോ ആ നിയമം അവര് പാസ്സാക്കും. ഇസ്തബാഹൂഹും, ആ നിയമം അവര് പാസ്സാക്കും. ഇസ്ലാമിന്റെ എത്ര എത്ര നിയമങ്ങളാ ഇങ്ങനെ മാറ്റി മാറ്റി കൊണ്ടുപോയത്. നമ്മൾ എന്തെങ്കിലും മിണ്ടിയോ അവസാനം ഓരോന്നോരോന്നോ സംഭവിക്കുമോ നബിയേ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, നഅം യാ സൽമാൻ വ ഇൻദഹാ, അങ്ങനെ സംഭവിക്കുമ്പോ ഓർക്കണേ, അൽ മുഅ്മിനു യംശി ബൈനഹും ബിൽ മഖാഫ, ഇവരുടെ ഇടയിലൂടെ സത്യവിശ്വാസികൾ നടന്നു പോകുന്നത് വളരെ ഭയന്ന് വിറച്ചിട്ടായിരിക്കും കേട്ടോ. അവനൊരു മുസ്ലിമാണെന്ന് പോലും പറയാൻ മടിക്കുന്ന കാലഘട്ടമായിരിക്കും അത് സ്വഹാബാ. അൽ മുഅ്മിനു ബൈനഹും യംശി ബിൽ മഖാഫ, പേടിച്ചിട്ടോ അവനോട് ഇതൊന്നും പറഞ്ഞിട്ട് വലിയ കാര്യമില്ല, അമ്മയോട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അമ്മക്ക് നമ്മുടെ തടി സലാമത്താക്കൽ തന്നെയാണ്, മിണ്ടാണ്ട് പായോ, മിണ്ടാണ്ട് പോകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാ. അങ്ങനെയല്ല ഇപ്പോ, അവനവന്റെ കാര്യങ്ങൾ നോക്കിട്ട് നടക്കല്ലേ. ഹബീബായ തങ്ങൾ പറഞ്ഞ കാലഘട്ടം വെറുതെയാണോ ഇത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് വെറുതെയാണോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിസ്കരിക്കാൻ ആള് വരും, പക്ഷെ നിസ്കരിച്ച് കഴിഞ്ഞാൽ ഉടനെ എന്തായിരിക്കും? മുറ്റത്ത് ചർച്ച വേറെ. നാവുകളെല്ലാം പല ഭാഗങ്ങളിലായിരിക്കും. എടാ, ഒരു ഇമാമിന്റെ പിന്നിൽ നിസ്കരിച്ചിട്ട്, ഒരു ഖിബിലയിലേക്ക് നിസ്കരിച്ചിട്ട്, ഒരു ഫാത്തിഹായി ഒരു സൂറത്ത് ഓതി നിസ്കരിച്ച്, ദിക്ർ ചൊല്ലി ദുആ ചെയ്ത് എല്ലാവരും ആമീൻ പറഞ്ഞ് പുറത്തേക്ക് വന്നപ്പോ എന്താ ഇത്ര ശബ്ദം?
എന്താ ഇത്ര ചർച്ച? നബിതങ്ങൾ പറഞ്ഞതാണ്, ആ നമസ്കാരമാണ് നമുക്ക് ഖിയാമത്തിന്റെ അടയാളവുമായി നബിതങ്ങൾ പെടുത്തിയത്. ഇമാതത്തുസ്സലാ, നമസ്കാരം പാഴാക്കുക എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് അതിന്റെ അടയാളങ്ങൾ കേട്ടോ. ഇന്നസ്സലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, നമസ്കാരം നീചവും നികൃഷ്ടവുമായ സ്വഭാവങ്ങളെ ഒരാളിൽ നിന്ന് തടഞ്ഞില്ല എങ്കിൽ അവന്റെ നമസ്കാരം ശരിയായിട്ടേ ഇല്ല. അതാണ് അതിന്റെ അർത്ഥം. ഒരാളുടെ നിസ്കാരം കൊണ്ട് നീ നന്നായിട്ടില്ല എങ്കിൽ ഇതിന്റെ നിസ്കാരം ശരിയായിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. അതാണ് അതിന്റെ അർത്ഥം. നിസ്കരിക്കുമ്പോൾ അല്ലാഹു അക്ബർ കൈകൊട്ടുമ്പോൾ ചിന്തകൾ വേറെയാണ്, വേറെ ലക്ഷ്യമാണ്, മറന്നുപോയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരികയാണ്, ഇഷ്ടമുള്ളപ്പോൾ പോയി നിസ്കരിക്കുകയാണ്. ഇതൊക്കെയാണ് നമുക്ക് ഖിയാമത്തിന്റെ അടയാളമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എടുത്ത് ഉദ്ധരിച്ചത്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ് വമൻ യഫ്അൽ ദാലിക ഫൗലായിക ഹുൽ ഖാസിറൂൻ. ഏ സത്യവിശ്വാസികളെ, ഏ സത്യവിശ്വാസിനികളെ, നിങ്ങളുടെ ദുനിയാവിൻ്റെ കച്ചവടങ്ങളാകട്ടെ, സാമ്പത്തിക ഇടപാടുകളാകട്ടെ, സാമൂഹ്യപരമായ ബന്ധങ്ങളാകട്ടെ, കുടുംബപരമായ കാര്യങ്ങളാകട്ടെ, വിവാഹവേളകളാകട്ടെ, സദ്യകളാകട്ടെ, എന്ത് പരിപാടികളാകട്ടെ, നമസ്കാരത്തിന്റെ സമയമെത്തിയാൽ ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാഹ്, അല്ലാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്ന് ഈ ഇടപാടുകളൊന്നും നിങ്ങളെ തളർത്താതിരിക്കട്ടെ, തകർക്കാതിരിക്കട്ടെ, നശിപ്പിക്കാതിരിക്കട്ടെ. വമൻ യഫ്അൽ ദാലിക ഫൗലായിക ഹുമുൽ ഖാസിറൂൻ. ആരെങ്കിലും നമസ്കാരത്തെക്കാൾ പ്രാമുഖ്യം കുടുംബത്തിന് കൊടുത്താൽ, ആരെങ്കിലും നമസ്കാരത്തെക്കാൾ പ്രാമുഖ്യം കച്ചവടത്തിന് കൊടുത്താൽ, ആരെങ്കിലും നമസ്കാരത്തെക്കാൾ പ്രാമുഖ്യം ഭൗതികമായ കാര്യങ്ങൾക്ക് അവൻ നൽകിയാൽ, ഉലൈക ഹുമുൽ ഖാസിറൂൻ, അവൻ തീരാ നഷ്ടത്തിലാണ് കേട്ടോ, അവൻ തീരാ നഷ്ടത്തിലാണ് കേട്ടോ. പരിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനമാ. അതുകൊണ്ടാണ് ചില ആളുകൾ നിസ്കരിച്ചിട്ടൊരു ഗുണം ഉണ്ടാവുന്നില്ല, കുടുംബത്തിൽ ഖൈറില്ല, വീട്ടിൽ ബർക്കത്തില്ല, ഇവൻ നിസ്കരിച്ചിട്ട് ഇവനൊരു ഗുണം ഉണ്ടാവുന്നില്ല. എന്ത്? അതിൻ്റെ ചിട്ടയോടെ, അതിൻ്റെ തർത്തീബോടെ, അതിൻ്റെ ഫുറൂദുകളോടെ, അതിൻ്റെ ഷുറൂത്തുകളോടെ, അതിൻ്റെ വാജിബാത്തുകളോടെ കൃത്യമായി നമസ്കരിച്ചു നോക്ക്, റബ്ബിനോട് ദുആ ചെയ്തു നോക്ക്, നിന്റെ സകല പ്രശ്നങ്ങൾക്കും അവിടെ പരിഹാരം കാണും. നമ്മുടെ നിസ്കാരം ശരിയാകാത്തത് കൊണ്ട് നമ്മുടെ പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്നില്ല. അതിന് അള്ളാഹയെ ചീത്ത വിളിച്ചിട്ട് കാര്യമില്ല, അള്ളാഹയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അള്ളാഹെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിനൊക്കെ ഓരോന്നിനും സമയമുണ്ട്. സ്കൂൾ തുറക്കാനൊരു സമയമുണ്ട്, ഓഫീസ് തുറക്കാൻ ഒരു സമയമുണ്ട്, ട്രെയിൻ വരുന്നതിന് സമയമുണ്ട്, ഫ്ലൈറ്റ് വരാൻ സമയമുണ്ട്. ഇവിടെയൊക്കെ കൃത്യനിഷ്ഠ പാലിക്കും. നമസ്കാരം ഈ ലോകത്തെ സൃഷ്ടിച്ച പടച്ചവന്റെ മുന്നിൽ പോയി സുജൂദിൽ വീടാൻ നമുക്ക് കൃത്യനിഷ്ഠ നമുക്കില്ല. അള്ളാഹ് പറഞ്ഞു, ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. അതിന് കൃത്യനിഷ്ഠയുണ്ട്, അതിന് പ്രത്യേകമായ സമയം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആ സമയത്ത് നമ്മുടെ ഇഷ്ടത്തിന് വന്ന് നിസ്കരിക്കുമ്പോൾ, നമ്മൾ ചോദിക്കുമ്പോൾ ഇപ്പൊ അള്ളാഹ്ക്ക് തരാൻ മനസ്സില്ലെങ്കിലോ, അങ്ങനെ ചോദിച്ചു മേടിച്ചവരാണ് ഔലിയാക്കള്. അവർക്ക് കിട്ടി, അവർ കൃത്യസമയത്ത് അള്ളാന്റെ വിളിക്ക് ആദ്യം ഒരു ഉത്തരം നൽകി, പിന്നെയാണ് ദുനിയാവിന്റെ വിളിക്ക് ഉത്തരം നൽകുന്നത്. നമ്മൾ ദുനിയാവിന്റെ വിളിക്ക് ആദ്യം ഉത്തരം നൽകും, അള്ളാന്റെ വിളിക്ക് പിന്നീട് ഉത്തരം നൽകും. അതുകൊണ്ടാണ് നമ്മൾ ചോദിച്ചിട്ട് ഉടനെ ഇങ്ങോട്ട് മറുപടി അള്ളാഹ് തരാത്തത്. മനസ്സിലായിക്കോ? കളി നടക്കുന്നു, ഫൈനൽ കളി നടക്കുന്നു, മഗ്രിബ് നിസ്കാരം നടക്കുന്നു. ഏതിന് മുൻതൂക്കം കൊടുക്കും? നിങ്ങൾ തന്നെ തീരുമാനിച്ചു. ഫൈനൽ വരുന്നു 19-ാം തീയതി 18-ാം തീയതി, മഗ്രിബിന്റെ സമയത്താണെന്ന് വെച്ചോ, കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ. അവ്വൽ വഖത്തിൽ നിസ്കരിക്കലാണ് ശ്രേഷ്ഠം. ആ സമയത്താണ് ഫൈനൽ കൊടുമ്പിരി കൊള്ളുന്നത്. നമ്മുടെ ചെറുപ്പക്കാർ മസ്ജിദിലായിരിക്കുമോ, പന്തിന്റെ മുന്നിലായിരിക്കുമോ? ചിന്തിച്ചു നോക്ക്. എന്നിട്ട് അള്ളാഹയെ കുറ്റം പറയുന്നു, മോഡിയെ കുറ്റം പറയുന്നു, BJP കുറ്റം പറയുന്നു. നടക്കൂല. നബി തങ്ങൾ പറഞ്ഞത് കേൾക്ക്. ഇതാ ഞാനിത് പറഞ്ഞു തരുന്നത്. ഞാൻ ഹദീസ് ഓതിയിട്ട് അള്ളാഹുവിൻ്റെ ഹബീബായ തങ്ങൾ പഠിപ്പിച്ച വാക്കുകളാണ് നിങ്ങളുടെ മുന്നിൽ പറയുന്നത്. വേണമെങ്കിൽ നെറ്റ് അടിച്ചു നോക്കിക്കോ, ഞാൻ വെറുതെ പറയുകയാണോ ഇല്ലയോ എന്നറിയാം. ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞ് തള്ളിയിട്ടൊന്നും പോവല്ല.
ഞാൻ വെറുതെ പൊട്ടാസ് അടിച്ചിട്ടൊന്നും പോവല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയുടെ മിമ്പറിൽ നിന്ന് പ്രഭാഷണം നടത്തിയ ഖുത്ബകളാണ്, പ്രഭാഷണങ്ങളാണ്, ഖുത്ബകളാണ്. ആ പ്രഭാഷണങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ എടുത്തു തരുന്നത്. അതാ എൻ്റെ വാക്കൊന്നും അല്ല ഇത്, എന്നെ ആരും കുറ്റം പറയുകയും വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഈ ലോകത്ത് നടക്കണം, അത് നടന്നെങ്കിൽ മാത്രമേ ഈ ലോകത്തിന് അന്ത്യമുണ്ടാവുകയുള്ളൂ. ഇത് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചതാണ്. അല്ലെങ്കിൽ ഖിയാമത്ത് നാളില്ലല്ലോ, ഇതൊക്കെ സംഭവിക്കണമല്ലോ. ചെറിയ ചെറിയ അടയാളങ്ങൾ സംഭവിച്ചു പോയി. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന അടുത്ത ഹദീസ് കാണാം. അഖ്ബല അലൈനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാമ ഖതീബാ. ഞങ്ങളുടെ അരികിലേക്ക് നബി തങ്ങൾ ഒരു ഉഗ്ര പ്രഭാഷണവുമായി അല്ലാഹുവിന്റെ റസൂൽ കടന്നു വരികയാ. ഫഖാല യാ മഅ്ശറൽ മുഹാജിരീന വൽ അൻസാർ. ഏ മുഹാജിരീങ്ങളെ, ഏ അൻസാറുകളെ, ഖംസുൻ, 5 കാര്യം ഞാൻ പറയാൻ, അതൊന്ന് കേൾക്കണേ. ഇദബ്തുലീതും ബിഹിൻ, അതുകൊണ്ട് നിങ്ങൾ പരീക്ഷിക്കപ്പെട്ടാൽ തകർന്നത് തന്നെ, നശിച്ചത് തന്നെ. ആയിരക്കണക്കായ സ്വഹാബാക്കളെ സാക്ഷ്യപ്പെടുത്തിയിട്ട് പരിശുദ്ധ പ്രവാചകൻ ഈ പ്രഭാഷണം നടത്തുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ആ പരിശുദ്ധമായ മദീന പള്ളിയുടെ ഉമ്മറപ്പടിയിൽ വെച്ച് പറയുകയാണ്, അഊദു ബില്ലാഹി അൻ തുദ്രികൂഹുന്ന. അല്ലാഹുവേ, ഈ പറയുന്ന ഒരു വിപത്തുകളും എൻ്റെ സ്വഹാബാക്കൾക്കുണ്ടാകാതെ നീ സഹായിക്കണേ അല്ലാ. അതിൽ നിന്ന് നിന്നോട് കാവൽ തേടുന്നു അല്ലാ. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ ജീവിച്ചിരുന്നപ്പോ ബഹുമാനപ്പെട്ട സ്വഹാബാക്കൾക്ക് സംരക്ഷണമായിരുന്നു. നബി തങ്ങളുടെ തിരുകരങ്ങളൊന്ന് ഉയർത്തിയാൽ മതി, അല്ലാഹു ആ കൈ നിറച്ചു കൊടുക്കാതെ മടക്കുകയില്ല കേട്ടോ. ആ ഹബീബായ തങ്ങൾ ഒരു ഉഗ്ര പ്രഭാഷണം നടത്തിയിട്ടാണ് അല്ലാഹുവിന്റെ റസൂൽ ലോകത്തോട് പറഞ്ഞത്, 5 കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാം. അത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിടുത്തം വിട്ടുപോകും കേട്ടോ. അത് നിങ്ങളെ കൊണ്ട് പിടിച്ചു നിർത്താനാവില്ല കേട്ടോ. അത് കൈവിട്ട കളിയാ. സൂക്ഷിക്കണേ, സൂക്ഷിക്കണേ. ഹബീബായ തങ്ങൾ ഓരോന്നും എണ്ണി എണ്ണി പറയുകയാണ്. ഒന്നാമതായി അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ലം തൽഹരിൽ ഫാഹിഷതു ഫീ ഖൗമിൻ ഖത്ത് ഹത്താ യുഅ്ലിനു ബിഹാ ഇല്ലാ ഫശാ ഫീഹി മുത്തഊൻ വൽ ഔജാ അല്ലതി ലം തകുൻ മലത് ഫീ അസ്ലാഫിഹിം അല്ലദീന മലൗ. ഒന്നാമതായി നബി തങ്ങൾ പറയുകയാണ്, 1000 വർഷങ്ങൾക്ക് മുമ്പ് 4G ഇല്ലാത്ത കാലഘട്ടമാണ്, ഡിജിറ്റൽ ഇല്ലാത്ത കാലഘട്ടമാണ്, ന്യൂജി ഇല്ലാത്ത കാലഘട്ടമാണ്, 5G ഇല്ലാത്ത കാലഘട്ടമാണ്. ഹബീബായ തങ്ങൾ ഒരു ഇന്റർനെറ്റ് പോലും ഇല്ലാത്ത കാലഘട്ടത്തിൽ, ഇന്റർനെറ്റിന്റെ വർത്തമാന കാലഘട്ടത്തിൽ, ഈ കാലഘട്ടത്തെ നോക്കിക്കൊണ്ടല്ലേ ഹിജാസിന്റെ ഉടമസ്ഥനായ ഹബീബായ തങ്ങൾ പ്രഖ്യാപിച്ചത്, എന്റെ സ്വഹാബത്തേ, ലം തൽഹരിൽ ഫാഹിഷതു ഫീ ഖൗമിൻ ഖത്ത് ഹത്താ യുഅ്ലിനു ബിഹാ ഇല്ലാ ഫശാ ഫീഹി മുത്തഊൻ. ഏതൊരു സമുദായത്തിലാണോ, ഏതൊരു ഗ്രാമവീഥികളിലാണോ, ഏതൊരു രാജ്യത്താണോ, ഏതൊരു നാട്ടിലാണോ അശ്ലീലങ്ങൾ കൊടുമ്പിരി കൊള്ളുന്നത്, അനാശാസ്യ പ്രവർത്തികൾ കൊടുമ്പിരി കൊള്ളുന്നത്, അധാർമിക പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് ഏതൊരു നാട്ടിലാണോ, ഇല്ലാ ഫശാ ഫീഹി മുത്തഊൻ വൽ ഔജാ അല്ലതി ലം തകുൻ മലത് ഫീ അസ്ലാഫിഹിം അല്ലദീന മലൂ. മാരകമായ രോഗങ്ങളും കണ്ടുപിടിക്കപ്പെടാത്ത വിപത്തുകളും തുടരെ തുടരെ ഉണ്ടാകുന്ന പ്രകൃതിക്ഷോഭങ്ങളും വഴിമാറി വരുന്ന കാലാവസ്ഥ വ്യതിയാനങ്ങളും ഇതെല്ലാം ആ നാടിനെ പിടികൂടാതിരിക്കുകയില്ല സഹാബ. അതിന്റെ കാരണം ആ കാലഘട്ടത്തിലെ അഴിഞ്ഞാടുന്ന യുവത്വമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. അങ്ങനെ ഒരു കാലം വന്നാൽ യകൂനുൽ മതറു ഖൈലാ, കാലം തെറ്റി മഴ പെയ്യും കേട്ടോ. വൽ വലദു ഖൈലാ, നമ്മുടെ മക്കളെ പിടിച്ചാ കിട്ടൂല കേട്ടോ. വാപ്പാക്കും ഉമ്മാക്കും മക്കളെ കിട്ടൂല കേട്ടോ. വാപ്പ വിളിച്ചാൽ ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകും, ഉമ്മ വിളിച്ചാൽ ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകും. വാപ്പ നമസ്കരിക്കാൻ പള്ളിയിൽ വരും, പക്ഷേ മകൻ നമസ്കരിക്കാൻ കാണില്ല കേട്ടോ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, വൽ വലദു ഖൈലാ, ആ
മക്കളൊക്കെ പിഴച്ചു പോകുന്ന കാലഘട്ടമാണ്. ലഹരിയുടെയും കഞ്ചാവിന്റെയും അടിമകളായി അതപ്പതിച്ചു പോകുന്ന കാലമായിരിക്കും സഹാബ. ആ കാലഘട്ടത്തിൽ മഹാരഥന്മാരായ മഹത്തുക്കളായ സാദാത്തുക്കളായ ആരിഫീങ്ങളായ ഉസ്താദുമാർ, ഗുരുനാഥന്മാർ, മുറബ്ബികളായ മശായിഖന്മാർ, ഉഖ്റവികളായ പണ്ഡിതന്മാരെല്ലാം തുടരെ തുടരെ ഈ ലോകത്ത് നിന്ന് മരണപ്പെട്ട് വിട പറഞ്ഞു പോകുമത്രേ. അഹങ്കാരികളും തെമ്മാടികളും ആ നാട്ടിൽ കൊടികുത്തി വാഴുന്ന കാലമായിരിക്കും സഹാബ. ബഹുമാനപ്പെട്ട സഹാബത്ത് ചോദിക്കുകയാണ്, അവ യകൂനു ദാലിക യാ റസൂലല്ലാഹ്, അങ്ങനെയൊക്കെ സംഭവിക്കുവോ നബിയേ? മഴ മാറുന്നതിന്റെ കാര്യം മനസ്സിലായോ? യകൂനുൽ മതറു ഖൈള. ഇപ്പൊ മഴയുടെ സമയമല്ലല്ലോ, അതുകൊണ്ടാണ് നമ്മൾ ഓപ്പൺ സ്റ്റേജ് വെച്ചത്. സാധാരണഗതിയിൽ എല്ലാ വർഷവും വെക്കുന്ന അതേ സീസണാണ്, പക്ഷെ മഴ സമയമല്ല. മഴ ഇങ്ങനെ വരും, ഗുണമില്ലാത്ത രീതിയിൽ മഴ വരും എന്നാണ് എൻ്റെ അർത്ഥം. ഗുണമില്ല, നമുക്ക് ആർക്കും ഗുണപ്പെടില്ല. വെറുതെ കുറെ മഴ പെയ്യും, ആർക്കെങ്കിലും ഗുണമുണ്ടോ? കുറെ മഴ പെയ്താല് ഒരു ഗുണവുമില്ല, പ്രയോജനം ഉണ്ടാവൂല. യകൂനുൽ മതറു ഖൈള വൽ വലദു ഖൈള. മക്കളൊക്കെ പഴിച്ചു, മക്കളെ പഴിച്ചു. ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ മക്കൾ എവിടെ ഇരിക്കുന്ന? മൊത്തം ഓജിയ, ഓജി ഓജി ഓൾഡ് ഏജ്, ന്യൂജി എല്ലാം പന്തുകളുടെ പിന്നാലെയാണ്. ന്യൂജി എവിടെ? ചെറുപ്പക്കാരെവിടെ? യുവാക്കളെവിടെ? വയലുകാർ യുവതികളെവിടെ? പെണ്ണുങ്ങളുടെ അടുക്ക് പോയി നോക്കി, ബക്കറ്റ് യൂരിയും കൊണ്ടുപോയി നോക്കി, മൊത്തം കിളവികളായിരിക്കും വരുന്നത്. മൊത്തം എല്ലാം എബോവ് 50 years. ബാക്കി 22 എവിടെ? 18 എവിടെ? 19 എവിടെ? 20 എവിടെ? 24 എവിടെ? എല്ലാം കുത്തി കുത്തി വരച്ച് വരച്ച് വരണ്ടിരിക്കുകയാണ്. പൊറുക്കി വന്നത് മൊത്തം നടുവൊടിഞ്ഞത്, മുട്ടൊടിഞ്ഞത്, കാലൊടിഞ്ഞത്, അവിടെ വേദന, ഇവിടെ വേദന, വയറ്റിൽ 3 മഴ, മുതുകിൽ 3 മഴ, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ, ഐറ്റങ്ങളാണ് വാത് വെക്കാൻ വരിക. ഇരിക്കുന്നത് ഷുഗർ, പ്രഷർ, അതുപോലെ കൊളസ്ട്രോള്, അങ്ങനെ വിഷമിച്ച് പുറയിലിരുന്നിട്ട് ഉറക്കം വരാതെ കുറച്ചു നേരം പോയി ബാധിനെങ്കിലും ഇരിക്കാമല്ലോ നിർത്ത് വരുന്നത്. നല്ല നല്ല യുവത്വം തുളുമ്പുന്ന ചെറുപ്പം എവിടെ? കിട്ടൂല. എവിടെ വരാൻ? അന്നത്തെ കാലഘട്ടത്തിൽ മക്കളെ കിട്ടൂല. ഹബീബായ തങ്ങൾ പറഞ്ഞതല്ലേ, കിട്ടുന്നുണ്ടോ? എന്നാൽ പന്തളിക്ക് പോയി നോക്ക്, മാഷാ അല്ലാഹ്, അടിപൊളി ചെറുപ്പം. ഒരൊറ്റ കിളവനെ അവിടെ കാണാൻ പറ്റൂല. അവന്റെ തുള്ളിച്ചാട്ടം, അവന്റെ ചാട്ടം, അവന്റെ അഹങ്കാരം, അവന്റെ നിലവിളി, അവന്റെ വെപ്രാൾ, അവന്റെ ബഹളം എന്തായിരിക്കും? ഓ മെസ്സി, ഓ മെസ്സി, ആ മെസ്സി, ഓ റൊണാൾഡോ, ക്രിസ്ത്യാനോ, ക്രിസ്ത്യാനോ, നെയ്മർ, നെയ്മർ. ഒരു സൂറത്ത് ഇവനെ കൊണ്ട് ഓതാൻ പറ്റും? ഇതേപോലെ ആ നെയ്മറിനെ വിളിക്കുന്ന വിളിക്ക് ഒരു സൂറത്ത് ഓതാൻ പറ്റുമവനെ കൊണ്ട്, ഒരു തക്ബീർ വിളിക്കാൻ പറ്റുമവനെ കൊണ്ട്, ഒരു ബാങ്ക് വിളിക്കാൻ പറ്റുമവനെ കൊണ്ട്. ഇവന്റെ കൊച്ചാപ്പാട്, ഇവന്റെ കാക്കയുടെ മോനാന്ന് തോന്നുന്നു നെയ്മർ. അതേപോലെയാണ് വിളിക്കാൻ. അവന്റെ ഡ്രസ്സ് വിട്ട്, അവന്റെ പാന്റ് വിട്ട്, അവന്റെ അണ്ടർവെയർ ഇട്ട്, അവന്റെ പേരും വെച്ചിട്ട് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വരുന്നു. ഓന്റെ പിന്നാലെ നോക്കിയിട്ടല്ലേ നമ്മൾ നിയത്ത് ചെയ്യേണ്ടത്. ബാക്കിൽ എഴുതിയിരിക്കുന്ന, ഫ്രണ്ടിൽ നിൽക്കുന്നതിന്റെ ബാക്കിൽ മെസ്സി, നെയ്മർ, റൊണാൾഡോ, ക്രിസ്ത്യാനോ ഒക്കെ എഴുതിയിരിക്കുന്നത്, നമ്മളത് നോക്കിയിട്ടല്ലേ പറയും നിസ്കരിക്കേണ്ടത്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, ലാ തഖൂമുസ്സാ ഹത്താ ലഹഖ ഫിആമും മിൻ ഉമ്മത്തി ബിൽ മുശ്രികീൻ. ലോകം അസ്തമിക്കുകയില്ല കേട്ടോ സഹാബത്തെ, എൻ്റെ സമുദായം മുശ്രിക്കീങ്ങളെ കിടപിടിക്കുന്ന കാലഘട്ടം വരാതെ, മാത്രമല്ല ജൂതനസ്രാണികളെ കിടപിടിക്കുന്ന കാലഘട്ടം വരാതെ, ശിബിറം വ ശിബിറാ വദിറാഅം ബിദിറാ, ഇഞ്ചോട് ഇഞ്ച്, ചാണോട് ചാൺ ജൂതന്മാരെ കിടപിടിക്കുന്ന കാലഘട്ടം വരാതെ ഈ ലോകം അസ്തമിക്കുകയേ ഇല്ല കേട്ടോ. ഹബീബായ തങ്ങൾ പറഞ്ഞത് ശരിയല്ലേ? നെയ്മർ നമ്മുടെ ആരാ? മെസ്സി നമ്മുടെ ആരാ? റൊണാൾഡോ നമ്മുടെ ആരാ? ആരുമല്ല. അവൻ ജയിച്ച് കോടാനുകോടികളും കൊണ്ട് അവൻ പോകും. കാസർഗോട്ടുകാരനായ നമുക്ക് എന്താണ് പുണ്യമുള്ളത്? ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന് പഠിപ്പിച്ച മദ്രസയുടെ മുന്നിലാണ് എൻ്റെ ആരാധ്യൻ മെസ്സിയാണെന്ന് ബോർഡ് വെച്ചുകൊണ്ട് അതിൻ്റെ പിന്നാലെ തിരിയും കത്തിച്ച് യാസീൻ ഓതുന്നത്. ജയിക്കാൻ വേണ്ടി പൈസ കൊടുക്ക, യാസീൻ ഓത്, അവൻ ജയിക്കണേ. ഫാൻ ഫാൻ ഇല്ലേ? ഫാൻസ് ഫാൻസ് എന്ന് വെച്ചാൽ അർത്ഥം എന്താ? ആ ഫാൻ, അതാണ് അല്ലാഹ് പറഞ്ഞത്, കുല്ലു മൻ അലൈഹാ ഫാൻ. ഈ പറയപ്പെട്ട ഫാനൊക്കെ നശിച്ചു പോവും കേട്ടോ. ഇതെല്ലാം പോവും. ഒറിജിനൽ ഫാൻ അല്ലാഹു മാത്രമേ ഉണ്ടാവുള്ളൂ. വയബ്ഖ
വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. നിതാന്ത ജാഗ്രതയുള്ള നിത്യ ചൈതന്യമായ അല്ലാഹ് അവൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. മക്കളെ, ഒരിക്കൽ നിന്റെ കണ്ണടയും കേട്ടോ, നിന്നെ 3 കെട്ട് 21 മുഴം തുണിക്കകത്ത് എല്ലാവരും വീട്ടിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിളിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. എന്താണ് അതിന്റെ അർത്ഥം? ആരാധനക്കർഹൻ അല്ലാഹുവല്ലാതെ ആരുമില്ല, ആരാധനക്കർഹൻ അല്ലാഹുവല്ലാതെ ആരുമില്ല, ആരാധനക്കർഹൻ അല്ലാഹുവല്ലാതെ ആരുമില്ല എന്ന മഹത്വചനം ഉറക്ക ഉച്ചരിച്ചുകൊണ്ടാണ് പള്ളിക്കാട്ടിലേക്ക് നിന്നെ മയ്യത്ത് കൊണ്ടുവരുന്നത്. ഏത് മയ്യത്താണ്? ആരാധൻ. ഞാൻ ആരുടെ ആരാധ്യനാണ്? മെസ്സിയുടെ ആരാധ്യനാണ്, നെയ്മറിന്റെ ആരാധ്യനാണ്, ക്രിസ്ത്യാനിയുടെ ആരാധ്യനാണ് എന്ന് പറഞ്ഞ മുസ്ലിം ചെറുപ്പക്കാരാ, നിന്റെ മയ്യത്താണ് കൊണ്ടുവരുന്നത്. ആരാധനക്കർഹൻ അല്ലാഹുവല്ലാതെ ആരുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പള്ളിക്കാട്ടിന്റെ ആരുടെ മണ്ണിലേക്ക് നിന്റെ മയ്യത്തറയ്ക്ക് വെച്ച് മണ്ണിട്ട് മൂടിയിട്ട് 7 ചുവട്ടടി അങ്ങോട്ട് മാറേണ്ട താമസം 2 ഭീകര രൂപം നിന്നെ വിളിച്ചുണർത്തുകയാ. വിളിച്ചുണർത്തിയിട്ട് നിന്നോട് ചോദിക്കുകയാണ്, മൻ റബ്ബുക, നിന്റെ ആരാധ്യൻ ആരാണ്? പറയടാ. പറയാൻ പറ്റുമോ? ക്രിസ്ത്യാനോ, റൊണാൾഡോ, മറഡോണ, നെയ്മർ, ആരാധ്യനാരാ? ചോദിക്കും. ആദ്യത്തെ ചോദ്യം അതാ. ഈ ഫാൻസ് എന്ന് എഴുതി വെച്ച മുഴുവൻ പേരും അതിന് സമാധാനം പറയണം. റബ്ബിന്റെ മുന്നിൽ മുഴുവൻ പേരും അതിന് മറുപടി പറയണം. ഫാൻസ് പറഞ്ഞേ പറ്റൂ. ഇത് കളിയല്ല. ഇത് ബദരിയ മസ്ജിദിന്റെ ഖബർസ്ഥാനിലേക്ക്, മണ്ണറയിലേക്ക് ഈ മയ്യത്ത് കൊണ്ടുവച്ചിട്ട് 7 ചുവട്ടടി അങ്ങോട്ട് മാറേണ്ട താമസം 2 മലക്കുകൾ വന്നിട്ട് ചോദിക്കുകയാണ്, മൻ റബ്ബുക, ആരാ നിന്റെ റബ്ബ്? ഫയഖൂൽ ഹാ ലാ അദ്രി. അല്ലാഹ് വിളിക്കാത്തവന് ആ ഖബറിന്റെ ഇരുണ്ട തുരുത്തില് അല്ലാഹുവാണ് റബ്ബി, അല്ലാഹ് എന്ന് വിളിക്കാൻ പറ്റൂല. എന്റെ റബ്ബ് അല്ലാഹ് എന്ന് വിളിക്കാൻ പറ്റൂല. കാരണം എന്താ? ദുനിയാവിൽ അവൻ വിളിച്ചത് ഫിലിം സ്റ്റാറുകളെയായിരുന്നു, അവൻ ആരാധിച്ചത് ഫുട്ബോൾ പ്ലെയറുകളെയായിരുന്നു, അവൻ ആരാധിച്ചത് ക്രിക്കറ്റ് താരങ്ങളെയായിരുന്നു. അതുകൊണ്ട് അവരുടെ പേരേ വരുള്ളൂ, അള്ളാന്റെ പേര് വരൂല, അള്ളാന്റെ പേര് വരൂല. അപ്പോഴെന്തായിരിക്കും അടുത്ത പ്രതികരണം? നാദാ മുനാദിം മിനസ്സമാ, ആകാശലോകത്തുനിന്നൊരു വിളിയാളം ഉണ്ടാവുകയാണ്. ആ ഖബറിന്റെ ഉള്ളിലേക്ക് പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ടൊരു വിളി വരികയാണ്, അനിഫ്തഹൂ ലഹു ബാബൻ ഇലന്നാർ, നരകത്തിന്റെ ഒരു വാതില് അങ്ങോട്ട് തുറന്നു കൊടുക്കണേ. അനിഫ്രശൂ ലഹു ഫിറാശം മിനന്നാർ, നരകത്തിന്റെ ഒരു പുതപ്പ് കൊണ്ട് ഇവനെ മൂടണേ. ഉടനെ ഇവൻ വിളിക്കുകയാണ്, റബ്ബിർജിഊൻ ലഅല്ലി അഅമലു സാലിഹാ, ഒരിക്കൽ കൂടി ഒരു അവസരം നൽകി മടക്കണേ അല്ലാഹ്, എനിക്ക് അബദ്ധം പറ്റിപ്പോയി പടച്ചവനേ. വൈദാ കുന്നാ നസ്മഉ വ നഅഖിലു ഫീഹാ, പടച്ചവനെ പണ്ഡിതന്മാര് പ്രഭാഷണം നടത്തുമ്പോ, ഉലമാക്കള് പറഞ്ഞപ്പോ, ഉസ്താദുമാര് പറഞ്ഞപ്പോ, ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ, അല്ലാഹുവേ അന്ന് പറഞ്ഞത് ഞങ്ങൾ കേട്ടിരുന്നുവെങ്കിൽ ഈ കാണുന്ന നരകത്തിൽ ഞങ്ങൾ വീഴുമായിരുന്നില്ല. അതുകൊണ്ട് അല്ലാഹ് ഒരവസരം കൂടി മടക്കണേ റബ്ബേ എന്നവൻ വിലപിക്കുമ്പോ ഇതാ ഖബറിൽ നിന്നൊരു വിളി കേൾക്കുകയാ, ഖദ് ഉമ്മിറത മാ കുൻത മുഅമ്മറാ, 50 വയസ്സ് വരെ, 40 വയസ്സ് വരെ, 35 വയസ്സ് വരെ, 60 വയസ്സ് വരെ, 90 വയസ്സ് വരെ ദുനിയാവിലെ സമയം നിനക്ക് ഞങ്ങൾ നൽകിയില്ലേ? ആ സമയത്ത് നീ അല്ലാഹയെ വിളിക്കാത്തവനാ. അതുകൊണ്ട് കദാലിക്കൽ അദാബു ഇലാ യൗമി യുബ്അസൂൻ, ഖിയാമത്ത് നാൾ വരെ ഈ ശിക്ഷ നീ അനുഭവിച്ചു കൊണ്ട് കിടന്നോ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മുടെ ചെറുപ്പക്കാരെ കാത്തുരക്ഷിക്കട്ടെ. ഒരാളും വരൂല മക്കളെ ഖബറില്, ഒരു നെയ്മറും വരൂല, ഒരു റൊണാൾഡോയും വരൂല, ഒരാളും വരൂല ഖബർ. ഖബർ കൊണ്ട് നീ ചത്തോന്ന് പോലും ചോദിക്കാൻ അമ്മമാർ കാണൂല.
ഇമാർക്ക് വേണ്ടിയിട്ട് വെറുതെ നമ്മുടെ സമയം കളയണം. ആ പൈസ പാവപ്പെട്ട ഏതെങ്കിലും ഒരു വീട്ടുകാർക്ക് ഭക്ഷണം വാങ്ങിക്കാൻ കൊടു, ക്യാൻസർ രോഗികൾക്ക് കൊടു, വീടില്ലാത്തവർക്ക് കൊടു, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം വാങ്ങിക്കൊടു. മസ്ജിദുകൾ പണി പൂർത്തിയാകാത്ത എത്രയോ മസ്ജിദുകൾ, മദ്രസകൾ അവർക്ക് കൊടു. സവാബ് ഖബറിലെത്തുമത്. ഇതെവിടെ എത്തും? ഇത് ഖബറിൽ നമുക്ക് ശിക്ഷയാണ്. ഇതിൽ വിശ്വസിക്കുന്നവരാണ് നമ്മൾ. ഇതിന്റെ ശിക്ഷ ഇവിടെയല്ല, ആറടി മണ്ണിന്റെ ഇരുണ്ട തുരുത്തിലേക്ക് അങ്ങോട്ട് കൊണ്ടുവച്ചിട്ട് എല്ലാരും അവിടെ നിന്ന് മാറണ്ട, 7 ചുവട്ടടി അങ്ങോട്ട് വെക്കുമ്പോ ദാ ഇറങ്ങി വരുന്നു. അപ്പൊ നീ സത്യം മനസ്സിലാക്കും, അല്ലാഹുവേ ഞങ്ങൾ അന്ന് പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ, അന്ന് പറഞ്ഞത് സ്വീകരിച്ചിരുന്നെങ്കിൽ നരകത്തിൽ ഞങ്ങൾ പെട്ടുപോകില്ലായിരുന്നു പടച്ചവനെ. ഇപ്പൊ എന്ത് ചെയ്യാനാ? കൈയും കാലും ഇട്ട് അടിക്കാമെന്നുള്ളതല്ലാതെ യാതൊരു പരിഹാരവുമില്ല. ഒരു പരിഹാരവും കാണാൻ പറ്റൂല. ഇത് സത്യം. പരിശുദ്ധമായ പള്ളിയുടെ തിരുമുറ്റത്ത് വെച്ച് മുസ്ലിം സമുദായത്തോട് ഈ അബൂബക്കറിനോടുള്ള ഉപദേശമാണിത്. നമ്മൾ നാളെ മരിച്ചു പോകുന്നവരാണ്. മരണപ്പെട്ടു പോകുമ്പോൾ നമ്മുടെ സാലിഹായ അമലല്ലാതെ നമ്മുടെ ഖബറിൽ ഉണ്ടാവൂല. മാത്രമല്ല, ഭൗതികമായ ലോകത്ത് ഈ സമുദായം പിഴച്ചു പോയാൽ ഉണ്ടാകുന്ന ശിക്ഷ എന്താ? മാരകമായ രോഗം, കണ്ടുപിടിക്കപ്പെടാത്ത രോഗം. നബി തങ്ങൾ പറഞ്ഞു, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കേട്ടിട്ട് പോലും ഇല്ലാത്ത മാരകമായ രോഗം. എത്ര ക്യാൻസർ ആണ്, പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയാണ്. അവിടെ ട്യൂമർ, ഇവിടെ ട്യൂമർ, ഒന്നും മനസ്സിലാകുന്നില്ല. എത്ര ഗുളിക കഴിച്ചിട്ട് മാറുന്നില്ല. എന്താണ് രോഗം എന്നറിയുന്നില്ല. വല്ലാത്ത കുഴച്ചില്, വല്ലാത്ത വേദന, വല്ലാത്ത വെപ്രാളം, വല്ലാത്ത പ്രയാസം. എത്രയെത്ര ചെറുപ്പക്കാർക്ക് രോഗം. ഡോക്ടർമാര് പറയുന്നു, ഞങ്ങൾ എല്ലാ ടെസ്റ്റുകളും ചെയ്തു, പക്ഷെ കണ്ടുപിടിക്കുന്നില്ല. എന്താണെന്നറിയുന്നില്ല, എന്താന്ന് മനസ്സിലാവുന്നില്ല. മനസ്സിലാവൂല. നബി തങ്ങൾ പറഞ്ഞാലേ ലം തകുൻ ഫി അസ്ലാഫിഹിം അല്ലദീന മല്ലൗ, മുൻ കാലഘട്ടങ്ങളിൽ അറിഞ്ഞിട്ടില്ലാത്ത രോഗം എന്താണെന്നറിയില്ല. അങ്ങനത്തെ രോഗം ഉണ്ടാവുന്നു നബി തങ്ങൾ പറഞ്ഞതല്ലേ. എന്താ കാരണം? ഫവാഹിഷുകൾ അധികരിക്കുന്നു, അഹങ്കാരം, തമ്മാടിത്തരം അധികരിക്കുന്നു. ആണിനെ കല്യാണം കഴിക്കുന്നു, പെണ്ണിനെ കല്യാണം കഴിക്കുന്നു. ഇല്ലേ? ഹദീസ് കേട്ടോ? പറഞ്ഞാ ആണിനെ കല്യാണം കഴിക്കുന്നു, പെണ്ണിനെ കല്യാണം കഴിക്കുന്നു. അങ്ങനത്തെ കാലല്ലേ? ആണിനെ കല്യാണം കഴിക്കുന്നതിന്റെ പേരെന്താ? ഗേ. പെണ്ണിനെ കല്യാണം കഴിക്കുന്നതിന്റെ പേരെന്താ? ലെസ്ബിയൻ. നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അർബഅത്തുൻ ലഅനഹുമുല്ലാഹു ഫൗഖ അർശിഹി വഅമ്മനത് അലൈഹിമുൽ മലായിക. അർശിന്റെ മുകളിൽ വെച്ച് തന്നെ 4 വിഭാഗത്തെ അല്ലാഹു ശപിച്ചിരിക്കുകയാണ്. ആ ശാപവാർത്ത കേട്ടപ്പോ മലക്കുകൾ പോലും പറഞ്ഞുപോയി ആമീൻ. മലക്കുകൾ ആമീൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 4 പേർക്ക്, 4 വിഭാഗം ആളുകളെ അർശിന്റെ മുകളിൽ വെച്ച് തന്നെ അല്ലാഹു തആല ശപിച്ചു. അർശിന്റെ മുകളിൽ വെച്ച് തന്നെ അല്ലാഹു തആല ശപിച്ചു. ആരാണവർ? 1 അൽ മുതശബ്ബിഹൂന മിനർ റിജാലി മിന്നിസാ, സ്ത്രീകളുടെ വേഷം കെട്ടുന്ന പുരുഷന്മാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്കാണ്. നല്ലപോലെ ശ്രദ്ധിക്കണേ. സ്ത്രീകളുടെ വേഷം കെട്ടുന്ന പുരുഷന്മാരെ അല്ലാഹു തആല ശപിച്ചു. ഇന്ന് സ്ത്രീകളുടെ വേഷം കെട്ടുന്ന പുരുഷന്മാരെന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്നലെ ഒരു ബാർബർ ഷാപ്പിൽ പോയപ്പോൾ അവിടെ മിഷ്യൻ വെച്ചിട്ട് അവൻ്റെ മുടി ഇങ്ങനെ പെണ്ണുങ്ങളെ പോലെ താഴോട്ട് ഇങ്ങനെ വലിച്ചിടുന്നു. എന്തോ ഒരു പേര്, ബംഗാളിയാണ്, ചോദിച്ചപ്പോൾ എന്തോ ഒരു പേര് പറഞ്ഞു. അല്ലാഹു അലം. അവന്മാർ പറഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ലല്ലോ. അതിനി മലയാളികളത് ചോദിച്ച് മനസ്സിലാക്കണം. അത് ചൂടാക്കിയിട്ട് മുടി ഇങ്ങനെ ചൂടാക്കിയിട്ട് ഇങ്ങനെ താഴോട്ട്, പെണ്ണുങ്ങളുടെ പുതിയ സിസ്റ്റമാണത്. ഒരിക്കലും തലവേദന മാറൂല. അത് ഉണ്ടാക്കിക്കോളും, കുറച്ചാൾ സുഖം കാണും, പിന്നെ പിടിച്ച തലവേദന പിന്നെ അത് മാറേയില്ല. ശ്രദ്ധിച്ചോ. രണ്ടാമത്, നമ്മുടെ ചെറുപ്പക്കാരെ അപേക്ഷിച്ചിടത്തോളം മുടിയൊക്കെ ഇങ്ങനെ കെട്ടിയിട്ട് പെണ്ണുങ്ങൾ വെക്കുന്ന ബോ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, ഇവിടെ ഇങ്ങനെ വെക്കുക, മുടി ഇങ്ങനെ പുറകോട്ടിരിക്കാൻ വേണ്ടി. ഇവിടെയും ബോ തന്നെ പറയാ, അത് വെക്കും. മൂന്നാമത്, നമ്മുടെ പെണ്ണുങ്ങള് കാത് കുത്തുന്നത് പോലെ നമ്മുടെ ചെറുപ്പക്കാരെ ഇപ്പൊ കാത് കുത്താതെ തുടങ്ങി. കണ്ടിട്ടുണ്ടാ? കാത് കുത്തുന്ന, ഞാനെന്താ പറയാ, കാത് കുത്താൻ തന്നെ അല്ലേ? ഇല്ലേ? ഇവിടെ ഇങ്ങനെ കമ്മല് പോലെ ഒരു വളയം, ഒരു റിങ് ഇടുക,
കയ്യിൽ റിങ് ഇടുക, ബ്രേസ്ലെറ്റ് ഇടുക, ചെയിൻ ഇടുക, ഇതെല്ലാം ആരുടെ ശൈലിയാണ്? ഇതെല്ലാം സ്ത്രീകൾക്കുള്ളതാണ്. ഇത് പുരുഷന്മാര് ധരിക്കുന്ന ഒരു കാലം വരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അത് വന്നു തിരിച്ച് ഓപ്പോസിറ്റ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അൽ മുതശബ്ബിഹാതു മിനൻ നിസാഇ ബിർരിജാൽ. ഒരു വിഭാഗം സ്ത്രീകളെ അല്ലാഹു ശപിച്ചിരിക്കുകയാണ്. കാരണം എന്താണ്? പെണ്ണുങ്ങളെ, പുരുഷന്മാരുടെ വേഷം കെട്ടുന്ന സ്ത്രീകളാണവർ. പുരുഷന്മാരുടെ വേഷം കെട്ടുന്ന സ്ത്രീകളെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. നബിയുനാ റസൂലുള്ളാഹി. കറക്റ്റ്. ആണുങ്ങളുടെ വസ്ത്രം ആണ് ധരിക്കുന്നത് പോലെ പെണ്ണും ധരിക്കുക. ഇഷ്ടം പോലെ നമ്മളിപ്പോ ഈ പുറത്തിങ്ങനെ ഒരു പർദ്ദ കാണും. അത് ബസ്സിൽ കയറുമ്പം, കാറിൽ കയറുമ്പം പർദ്ദ അങ്ങ് മാറും, പാർക്കിലെത്തുമ്പം പർദ്ദ അങ്ങ് മാറും. പിന്നെ ജീൻസ്, പിന്നെ ടീഷർട്ട് ആയിരിക്കും. ആണിന്റെ കൂട്ടത്തിൽ പെണ്ണ് അതേപോലെ മുടിയൊക്കെ ആണുങ്ങളെ പോലെ ഇങ്ങനെ ബോ ചെയ്ത് ഇങ്ങനെ കൊണ്ട് ഇവിടെ വയ്ക്കും. ആണുങ്ങളെ പോലെ കട്ട് ചെയ്ത് കൊണ്ടുവയ്ക്കും. അങ്ങനെ ഒരു കാലം വരും. ആണ് പെണ്ണിന്റെ വേഷം, പെണ്ണ് ആണിന്റെ വേഷം. ലഅനല്ലാഹു ഇംറആ തൽബസു ലിബ്സതർ റജുലി. ഒരു പുരുഷന്റെ വേഷം ധരിക്കുന്ന പെണ്ണിനെ അല്ലാഹു ശപിച്ചിരിക്കുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി. ലഅനല്ലാഹു റജുല. ഒരു പുരുഷനെ അല്ലാഹു ശപിച്ചു. ആരാണവൻ? യൽബസു ലിബ്സതൽ മർഅതി. ഒരു പെണ്ണിന്റെ വേഷം ധരിക്കുന്ന പുരുഷനെ അല്ലാഹു ശപിച്ചിരിക്കുന്നു നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അടുത്തത് എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? വല്ലതീ യഅതി അസ്സകറാ. പ്രകൃതി വിരുദ്ധമായ പ്രവൃത്തി ചെയ്യുന്നവർ, അത് പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ, അല്ലാഹു അവരെ ശപിച്ചിരിക്കുന്നു എന്ന് ഹബീബായ റസൂലുള്ളാഹി. പ്രകൃതി വിരുദ്ധം അതും ഇന്നത്തെ അജണ്ടയിലുണ്ട്. ഇന്നത്തെ പുതിയ പാഠ്യപദ്ധതിയുടെ പരിഷ്കാരത്തിൽ വരുന്നുണ്ട്. പ്രകൃതി വിരുദ്ധം. ആണുമായി ലൈംഗിക ബന്ധം, പെണ്ണുമായി ലൈംഗിക ബന്ധം. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞില്ലേ, വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞില്ലേ, ഇദസ്തഗ്നൻ നിസാഉ ബിന്നിസാ വർരിജാലു ബിർരിജാൽ ഫബശ്ശിർഹും ബിരീഹിൻ ഹംറാ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, ആണുമായി പെണ്ണുമായി ശാരീരികമായ ലൈംഗികമായ ബന്ധം പുലർത്തുന്ന ഒരു കാലം വന്നാൽ ഓർക്കണേ, ഫബശ്ശിർഹും ബിരീഹിൻ ഹംറാ മിൻ ഖിബലിൽ മശ്രിഖി ഫയുഖ്സഫു ബഅ്ളുഹും വയുംസഖു ബിബഅ്ളിൻ ദാലിക ബിമാ അസൗ വകാനൂ യഅ്തദൂൻ. കിഴക്ക് ഭാഗത്തുനിന്നൊരു കൊടുങ്കാറ്റടിച്ചു വീശുമത്രേ. അതിന് പല പല പേരുകളും ഗവൺമെന്റ് നൽകും, പല പല പേരുകളും ഇവിടുത്തെ ഗവേഷകർ നൽകും. കാലാവസ്ഥ ഗവേഷകർ ഓക്ക് എന്നോ അതല്ലെങ്കിൽ ഫാനി എന്നോ മറ്റേതെങ്കിലും ഒക്കെ പേരുകൾ അവർക്ക് നൽകാം. പക്ഷേ അതിൻ്റെ എല്ലാം കാരണം എന്താണ്? ആണുമായി പെണ്ണുമായി ലൈംഗിക അതിക്രമിക്കുമ്പോ അള്ളാന്റെ കോപമാണ്. അങ്ങനെ ഭൂമി ഇടിഞ്ഞു വീഴുകയാണ്, മല ഇടിഞ്ഞു വീഴുകയാണ്, ജലപ്രളയം ഉണ്ടാവുകയാണ്, ഉരുൾപൊട്ടൽ ഉണ്ടാവുകയാണ്. അങ്ങനെ അവരെ ഭൂമിക്കടിയിലേക്ക് താഴ്ത്തപ്പെടുകയാണ്. ദിവസങ്ങൾ കഴിഞ്ഞ് അവരുടെ മയ്യത്തെടുക്കുമ്പോ അവരുടെ കോലം മാറ്റപ്പെടുമെന്ന് ഹബീബായ ഷഫീയായ റസൂലുള്ളാഹി. എന്താണ് അതിന്റെ കാരണം? അവർ ഈ ഭൗതികമായ ലോകത്ത് അഹങ്കരിച്ചതിന്റെ, അധാർമികയുടെ പ്രവർത്തനം ചെയ്തതിന്റെ പേരില ഉണ്ടാകും ഭൂമികുലുക്കം, ഭൂകമ്പം, ജലപ്രളയം, പ്രകൃതിക്ഷോഭം, ഭയങ്കരമായ മഴ, വെള്ളപ്പൊക്കം. ഇതൊക്കെ ഉണ്ടാകും ഇവർ ചെയ്തതിന്റെ ഫലം. അങ്ങനെ വെള്ളത്തിനടിയിലാവും, കണ്ടുപിടിക്കാൻ പറ്റൂല. പിന്നെ കുറെ നാളുകൾക്ക് ശേഷം ആളുകളൊക്കെ വന്ന് രക്ഷപ്പെടുത്തുമ്പോൾ കൈയെടുക്കുമ്പോൾ കൈ ഇങ്ങ് വരും, കാല് വലിക്കുമ്പോൾ കാലിങ്ങോട്ട് വരും, മുഖമൊക്കെ വികൃത കോലമായി മാറും. അവരുടെ കോലം മറിക്കപ്പെടുമെന്ന് നബിയുനാ ഷഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മുടെ സമുദായത്തെ കാത്തുരക്ഷിക്കട്ടെ. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹയോട് സഹാബാക്കൾ പോയി ചോദിക്കുകയാണ്, യാ ഉമ്മൽ മുഅ്മിനീൻ ഹദ്ദിസിനി അനി സൽസല.
എന്തുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഈ കാലാവസ്ഥ വ്യതിയാനം സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് കൊടുങ്കാറ്റ് സംഭവിക്കുന്നത്? ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാ, ഇദസ്തബാഹു വസ്സിനാ, വ്യഭിചാരത്തിന് പരസ്യമായ അനുവാദം ലഭിക്കുമ്പോ വശുരിബു അൽ ഖുമൂറ, പലതരത്തിലെ ലഹരി ഉപയോഗങ്ങൾ വ്യാപിക്കുന്ന ഒരു കാലം വന്നാൽ, വഅകലൂ അർരിബ, യാതൊരു സങ്കോചവും കൂടാതെ പലിശ തിന്നുന്ന ഒരു കാലം വന്നാൽ ഓർക്കണേ, അന്ന് പ്രകൃതിക്ഷോഭങ്ങളെ കൊണ്ട് അല്ലാഹു അവരെ പരാജയപ്പെടുത്തുമെന്ന് നബി തങ്ങൾ പറഞ്ഞതായി മഹദിയായ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ. വലം യൻഖുസു അൽ മിക്യാല വൽ മീസാൻ ഇല്ലാ ഉഖിദൂ ബിസ്സിനീൻ വശിദ്ദത്തിൽ മഊന വജൗരി സുൽത്താനി അലൈഹിം. ഹബീബായ തങ്ങൾ പറയുകയാ, കച്ചവടക്കാരെ, നിങ്ങളുടെ ഇടപാടുകളിൽ നിങ്ങൾ കൃത്രിമം കാട്ടിയാൽ, കൊടുക്കൽ വാങ്ങലുകളിൽ അളവിലും തൂക്കത്തിലും നിങ്ങൾ കൃത്രിമം കാണിക്കുന്ന ഒരു കാലഘട്ടം വന്നാൽ, ഇല്ലാ ഉഖിദൂ ബിസ്സിനീൻ, ദാരിദ്ര്യം കൊണ്ട് അല്ലാഹു പരീക്ഷിക്കും കേട്ടോ. വശിദ്ദത്തിൽ മഊന, നിങ്ങൾ ദിവസം തോറും ഉപയോഗിക്കുന്ന കഴിക്കുന്ന അവശ്യ സാധനങ്ങളുടെ വില വർദ്ധിക്കുമെന്ന് നബിയുന ഹബീബുന റസൂലുള്ളാഹി. അരിക്കിപ്പോ 65, 20, 30, 40 കിടന്നത് 65, 68 നോക്കിക്കോ, 100 വരെ എത്തും. ക്രൂഡ് ഓയിലിന് എത്ര വില കുറവാ? 60 രൂപ 80 രൂപയുള്ളൂ ക്രൂഡ് ഓയില്. നമുക്കിപ്പോ ഇവിടെ 60 രൂപയ്ക്ക് ഡീസലും 70 രൂപയ്ക്ക് പെട്രോളും വിൽക്കാം. പക്ഷേ പെട്രോളിന് 100, 110, ഡീസലിന് 100, 105. 10,000 രൂപ ശമ്പളം കിട്ടുന്ന ഉസ്താദന്മാര് 2 പ്രാവശ്യം വീട്ടിൽ ബൈക്ക് ഓടിച്ചുകൊണ്ട് പോകുമ്പോഴേക്കും അവരുടെ ശമ്പളത്തിന്റെ പകുതി തീർന്നു. ഫാത്തിഹയും യാസീനൊക്കെ ആയിരുന്നു ഒരു പിൻബലം, അത് ഉപ്പ ഇല്ലാതെയായി. എല്ലാവരും ഇപ്പൊ സ്വന്തം തുടങ്ങി, അതും വിളിക്കുന്നില്ല, മൗലൂദില്ല, റാത്തീബുമില്ല, അതൊക്കെ നിർത്തി ഇപ്പൊ. അതുകൊണ്ട് ഇപ്പൊ അങ്ങനെ ഒരു വരുമാനം ഉണ്ടോ? അതുമില്ല. പിന്നെ ഈ പറയുന്ന ശമ്പളം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മിറ്റിക്കാർ പറയും ആ പള്ളിയിൽ പോയി ളുഹർ നിസ്കരിക്കണം. പിന്നെ അടുത്ത കമ്മിറ്റിക്കാരൻ പറയും മഗ്രിബ് ആ തൈക്കാവിൽ പോയിട്ട് സറാംബിയിൽ നിസ്കാര പള്ളിയിൽ പോയി നിസ്കരിക്കണം. ആകപ്പാട് 2 ലിറ്റർ അടിച്ചിട്ടിരുന്നാണ് പുറയ്ക്ക് പോകാൻ വേണ്ടിയിട്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും 2 പള്ളിയിൽ നിസ്കാര പള്ളിയിൽ കറങ്ങിയപ്പോൾ തീർന്നു 250 രൂപ. ഈ ആഴ്ച കൈമടക്കാട്ട് ഒന്നും കിട്ടിയിട്ടുമില്ല. ശമ്പളത്തിന്റെ പകുതി പോയി. ആരെങ്കിലും കൊടുക്കും? കമ്മിറ്റിക്കാരോട് ചോദിച്ചോ, കൊടുക്കുവോ? ഇതാക്കി സംഭവം. അരിക്കെത്ര, പെട്രോളിനെത്ര? അവശ്യ സാധനങ്ങളുടെ വില വർദ്ധിച്ചു. വശിദ്ദത്തിൽ മഊന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വജൗരി സുൽത്താനി അലൈഹിം, അധികാരികൾ നിങ്ങൾക്കെതിരെ അഹങ്കാരികളായി മാറും. റസൂൽ പറഞ്ഞല്ലേ ഹബീബ, ഞാൻ ഈ പറഞ്ഞത് വല്ല ഇല്ലാത്തതുണ്ടോ? സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളിപ്പോ എപ്പോഴും ഈ ഖബറും മഹ്ശറും ഒക്കെ പറഞ്ഞിരുന്ന ഇതൊക്കെ കേൾക്കട്ടെ. നമ്മൾ എപ്പോഴും ഇങ്ങനെ പറഞ്ഞ് അതും പറഞ്ഞ് ഇത് പറഞ്ഞ കുടുംബജീവിതം പറഞ്ഞ് സുഖിപ്പിച്ച് അങ്ങോട്ട് വിടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതെല്ലാം നമ്മുടെ മുന്നിൽ പഠിപ്പിച്ച സത്യങ്ങളാണ്. ഇത് ലോകത്ത് ഇത് സംഭവിക്കാതെ ഖിയാമത്ത് നാളുണ്ടാവൂല. ഏകദേശം ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ അലാമാത്തു സുഗ്റയാണ്. ചെറിയ ചെറിയ ഖിയാമത്ത് നാളിന്റെ ചെറിയ അടയാളങ്ങളിലെ ഒരു 10% അംശമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇനി ബാക്കി 90% കിടപ്പുണ്ട്. സമയമില്ല പറയാൻ. എനിക്ക് സമയമുണ്ട്, പക്ഷേ ഇനി നമുക്കിവിടെ സമയമില്ല. നല്ല കാലാവസ്ഥയായിരുന്നു, വെളിയിലായിരുന്നെങ്കിൽ റാഹത്തായിരുന്നു. എല്ലാം കൂടെ കൊണ്ടുകൊണ്ട് വെച്ചു, അൽഹംദുലില്ലാ. ഇനി നമുക്ക് അടുത്ത ഒരു സന്ദർഭത്തിൽ നമുക്ക് അല്ലാഹു തൗഫീഖ് ചെയ്താൽ പറയാം. അടുത്തൊരു സമയത്ത് നമുക്ക് പറയാം. ഇന്ന് മുതൽ തുടങ്ങുന്ന 5 ദിവസത്തെ പ്രഭാഷണങ്ങളാണ്. പല പല പണ്ഡിതന്മാർ പ്രഗത്ഭര് വന്ന് അൽഹംദുലില്ലാ പ്രഭാഷണം നടത്തും. എല്ലാ വർഷവും നമ്മളിവിടെ പരിപാടിക്ക് ബഹുമാനപ്പെട്ട തങ്ങളടക്കം സംഘാടകർ എന്നെ വിളിക്കുന്നതാണ്. 2-3 വർഷം മുമ്പ് ഖദീജ റളിയല്ലാഹു തആല അൻഹയെക്കുറിച്ച് ഇവിടെ നല്ലപോലെ ഒരു പ്രഭാഷണം അള്ളാഹിൻ്റെ ഫضൽ കൊണ്ട് നടത്തി.
അപ്പോൾ ഇനി നമുക്ക് ബഹുമാനപ്പെട്ട നബിതങ്ങളുടെ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെ സൗദ റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹ, ഹഫ്സ റളിയല്ലാഹു അൻഹ, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ, സൈനബ് ബിൻത് ജഹ്ഷ്, ജുവൈരിയ ബിൻതുൽ ഹാരിസ്, ഇങ്ങനെ 12 ഭാര്യമാരുണ്ട്. അവരുടെയൊക്കെ സംഭവങ്ങൾ പറയണം, അതൊക്കെ കേൾക്കണം, പഠിക്കണം. അൽഹംദുലില്ലാഹ്. അങ്ങനെ അൽഹംദുലില്ലാഹ് ഖദീജത്തുൽ കുബ്ര, ഖദീജ ബീവിയുടെ പേരിൽ റളിയല്ലാഹു അൻഹയുടെ പേരിൽ ഇവിടെ സ്ഥാപനമുണ്ട്. നമ്മുടെ പെൺമക്കൾ ഇന്ന് വഴിതെറ്റിപ്പോകാതെ അവർക്ക് ഭൗതികവും ആത്മീയവും ചേർത്ത് കൂടിക്കലർത്തി അവരെ പഠിപ്പിക്കുന്ന സ്ഥാപനമാണ്. അതുകൊണ്ട് ഇന്ന് നമ്മുടെ പെൺകുട്ടികൾക്ക് സുരക്ഷിതത്വത്തോടുകൂടി 2 ഇൽമും പഠിക്കാനുള്ള ഒരു അവസരമാണ്. അതുകൊണ്ട് എല്ലാവരും അതിന് വേണ്ട പ്രചോദനങ്ങൾ സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും അതിനോട് എല്ലാവരും സഹകരിക്കുകയും സഹായിക്കുകയും ഒക്കെ വേണമെന്ന് ഇത്തരുണത്തിൽ ഇവിടെ വെച്ച് ഞാൻ നിങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഇന്ന് നമ്മുടെ സമുദായത്തിന് ഇൽമ് കിട്ടാത്തതിൻ്റെ പേരിൽ മാതാപിതാക്കളുമായി മക്കൾക്ക് യാതൊരു ബന്ധമില്ലാത്ത ഒരവസ്ഥയിലാണ്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന, വഴിതെറ്റി പോകുന്ന, ഷിർക്കിലേക്കും കുഫറിലേക്കും പോകുന്ന ഒരു സാഹചര്യം, തൻ്റെ മകളെ നമുക്ക് കിട്ടാൻ പറ്റാത്ത കാലം. അതിന് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഒരു കാലഘട്ടം വരും അതിനാ സദീഖഹു വ അഖ്സാ അബഹു, തൻ്റെ മാതാപിതാക്കളെ വലിച്ചെറിഞ്ഞിട്ട് ഗേൾ ഫ്രണ്ടിനെയും ബോയ് ഫ്രണ്ടിനെയും തൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു കാലഘട്ടം വരാതെ ഖിയാമത്ത് നാൾ സംഭവിക്കൂല. അതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്.